നമസ്തേ. ബുള്ളൻ യൂട്യൂബ് ചാനലിലൂടെ CUET കോമൺ യൂണിവേഴ്സിറ്റി എൻട്രൻസ് ടെസ്റ്റിൻ്റെ ഡീറ്റെയിൽസ്, സെൻട്രൽ യൂണിവേഴ്സിറ്റികളെക്കുറിച്ച്, അവിടെയുള്ള പ്രോഗ്രാമുകളെക്കുറിച്ച്, ആ പ്രോഗ്രാമുകളിലൂടെ നമുക്ക് കിട്ടാവുന്ന അഡ്വാൻറ്റേജസ് നമ്മളോടൊപ്പം ഇന്ന് ജോബി സെബാസ്റ്റ്യൻ സാറ് കഴിഞ്ഞ കുറേയധികം വർഷങ്ങളിലായിട്ട് ഓരോ പ്രോഗ്രാമുകളെക്കുറിച്ചും ഓരോ കോഴ്സുകളെക്കുറിച്ചും JEE-നും NIT-കളിലും IIT-കളിലും ഒക്കെ നമുക്ക് പരിചയപ്പെടുത്തി തന്ന ജോബി സാറിനെ നിറഞ്ഞ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. സാർ, സ്വാഗതം. നമസ്കാരം. സാർ, ഇന്നത്തെ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം സാറിന് ഏറ്റവും അഭിമാനകരമായിട്ട് അല്ലെങ്കിൽ ഏറ്റവും അവരോട് സാറിന് പറയാനുള്ള ഏറ്റവും വലിയ കാര്യം അവർക്ക് കിട്ടാവുന്ന ഈ അഡ്വാൻറ്റേജസ് എന്തെല്ലാം മേഖലകളിലാണ് ഇന്ന് പ്ലാൻ എയും പ്ലാൻ ബിയും സിയും ഡിയും ഒക്കെ അവർക്ക് സെറ്റ് ചെയ്യാനായിട്ടുള്ളത്. CUET അവർക്ക് കിട്ടുന്ന സത്യം പറഞ്ഞാൽ ഒരു വലിയൊരു മേഖല, ഏതാണ്ട് 2 ലക്ഷത്തോളം ഡിഗ്രി സീറ്റുകൾ, സെൻട്രൽ യൂണിവേഴ്സിറ്റികൾ, ഇനി ഏത് പ്രോഗ്രാം ആണെങ്കിലും ശരിക്കും CUET ഇന്നത്തെ കുട്ടികൾക്ക് വലിയൊരു അവസരം തന്നെയല്ലേ അവർക്ക് മുമ്പിൽ തുറന്നു കൊടുക്കുന്നത്. CUETയെ കുറിച്ച് ഏറ്റവും ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ സാറ് അവർക്ക് കൊടുക്കാവുന്ന ഒരു മെസ്സേജ് എന്തായിരിക്കും? സാറ് പറഞ്ഞ പോലെ കോമൺ യൂണിവേഴ്സിറ്റി എൻട്രൻസ് ടെസ്റ്റ് നമ്മൾ കഴിഞ്ഞ വർഷമാണ് ആരംഭിച്ചത്. കഴിഞ്ഞ വർഷം ആരംഭത്തിൽ പല യൂണിവേഴ്സിറ്റീസും മടിച്ചാണ് ഈ ഒരു സ്ട്രീമിലേക്ക് വന്നത്. സെൻട്രൽ യൂണിവേഴ്സിറ്റീസ് എല്ലാം ഉണ്ടായിരുന്നു, കുറച്ച് ഡീംഡ് ടു ബി യൂണിവേഴ്സിറ്റീസൊക്കെ പങ്കെടുത്തു. പക്ഷേ ഈ വർഷം തുടക്കത്തിൽ തന്നെ നമുക്ക് കാണാം സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റീസ് പലത് വരുന്നു, ഡീംഡ് ടു ബി യൂണിവേഴ്സിറ്റീസ് ഒരുപാടുണ്ട്, അതുപോലെ പ്രൈവറ്റ് യൂണിവേഴ്സിറ്റീസ്, സെൻട്രൽ യൂണിവേഴ്സിറ്റീസ് 44 പങ്കെടുക്കുന്നുമുണ്ട്. അപ്പോൾ വലിയൊരു സാധ്യതയാണ് കുട്ടികളുടെ മുമ്പിൽ തുറന്നു വച്ചിരിക്കുന്നത്. സാറ് പറഞ്ഞ പോലെ 2 ലക്ഷത്തോളം, 2 ലക്ഷത്തിന് മുകളിലുണ്ടെങ്കിലേ ഉള്ളൂ. ഡൽഹി യൂണിവേഴ്സിറ്റി തന്നെ 70,000-ന് മുകളിൽ സീറ്റുകൾ അവൈലബിൾ ആണ്. അപ്പോൾ വളരെ ഡൈവേഴ്സിഫൈഡ് ആയിട്ടുള്ള ഒരു കോഴ്സുകളാണ് നമ്മൾ ഈ യൂണിവേഴ്സിറ്റികളിൽ നോക്കിയാൽ നമുക്ക് കാണുന്നത്. സ്പെസിഫിക് ആയിട്ടുള്ള ഒരുപാട് കോഴ്സുകൾ നമ്മുടെ കേരളത്തിലോ ഇനി സൗത്ത് ഇന്ത്യൻ സംസ്ഥാനങ്ങളിലോ പോലും അവൈലബിൾ അല്ലാത്ത പല കോഴ്സുകളും ഈ CUET വഴി പല സെൻട്രൽ യൂണിവേഴ്സിറ്റികളിലും അവൈലബിൾ ആണ്. അപ്പോൾ ഇത് വലിയൊരു സാധ്യത തന്നെയാണ് കുട്ടികളുടെ മുമ്പിൽ തുറന്നു വച്ചിരിക്കുന്നത്. അപ്പോഴും നമ്മളിതിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കി എങ്ങനെ ഈ പരീക്ഷയിലേക്ക് എത്തും അല്ലെങ്കിൽ എത്തണം എന്നുള്ളത് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. പ്രത്യേകിച്ച് നമ്മൾ കോഴ്സ് സെലക്ഷന്, യൂണിവേഴ്സിറ്റി സെലക്ഷന്, അതുപോലെ നമ്മൾ എഴുതേണ്ട സബ്ജക്റ്റുകളുടെ സെലക്ഷന്, പിന്നെയാണ് ആപ്ലിക്കേഷൻ ഫോം. അപ്പോൾ നമ്മൾ 4മതായിട്ട് ആപ്ലിക്കേഷനെ കരുതി സമീപിച്ചാൽ മതി. അതിന് മുമ്പ് ചില തീരുമാനങ്ങളൊക്കെ നമ്മുടെ ഭാഗത്ത് നിന്ന് എടുക്കണം. അത് മറ്റ് പരീക്ഷകൾ എഴുതുന്ന കുട്ടികളാണെങ്കിലും, ഉദാഹരണമായിട്ട് നീറ്റ് എക്സാം എഴുതുന്ന കുട്ടികൾ, അവർക്ക് വളരെ നന്നായിട്ട് ഉപയോഗിക്കാവുന്ന ഒരു അവസരമാണിത്. കാരണം CUET കുറിച്ച് അവർ യാതൊരു ടെൻഷനും എടുക്കേണ്ട കാര്യമില്ല. കാരണം അവർ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി നന്നായിട്ട് പഠിക്കുന്ന കുട്ടികളാണ്. ഇംഗ്ലീഷിന് പല യൂണിവേഴ്സിറ്റിയിലും ഒരു മിനിമം സ്കോറേ ആവശ്യപ്പെടുന്നുള്ളൂ. എസ്പെഷ്യലി നമ്മുടെ ഡൽഹി യൂണിവേഴ്സിറ്റിയിലൊക്കെ അങ്ങനെയേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് അവർ, അതേസമയം നമുക്കറിയാം മെയ് 7 നീറ്റ് എക്സാം ആണെങ്കിൽ മെയ് ലാസ്റ്റ് വീക്കിലാണ് CUET നടക്കുന്നത്. അപ്പോൾ അവർ കൂളായിട്ട് പോയി എഴുതാം. ഇനി എഞ്ചിനീയറിംഗ് മേഖലയിൽ താല്പര്യമുള്ള കുട്ടികളെ സംബന്ധിച്ച് CUETയിലും കുറച്ച് BTech പ്രോഗ്രാമുകളുണ്ട്. ഒരു പക്ഷേ ടെക്നിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ തന്നെ പഠിക്കുന്നതാണ് നല്ലത്. എന്നാലും നമുക്കറിയാം JEE-ൻ്റെ സെക്കൻഡ് ഫേസ് നമുക്ക് ഏപ്രിലാണ് നടക്കുന്നത്. അതിന് ശേഷമാണെങ്കിൽ അപ്പോൾ അവർ ഫിസിക്സ്, കെമിസ്ട്രി, മാത്തമാറ്റിക്സ് പഠിക്കുന്ന കുട്ടികളാണ്. ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ് വളരെ കോമൺ ആയിട്ട് എല്ലാ യൂണിവേഴ്സിറ്റികളിലും, അത് UG പ്രോഗ്രാമിനും ഇൻ്റഗ്രേറ്റഡ് PG പ്രോഗ്രാമിനും ഉള്ള ഒരു കോമ്പിനേഷനാണ്, ഏറ്റവും കൂടുതൽ കാണുന്നൊരു കോമ്പിനേഷനാണ്. അപ്പോൾ അവർക്കും എല്ലാം ഉപയോഗിക്കാം. അങ്ങനെ നമ്മൾ പറയുമ്പോൾ വളരെ നല്ലൊരു അവസരമാണ്. പണ്ട് നേരത്തെ കുട്ടികൾ പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റിയിലേക്കും ഹൈദരാബാദിലേക്കും BHUവിലേക്കും ഒക്കെ സെപ്പറേറ്റ് എക്സാമിനേഷൻ ഈ സമയത്ത് അതിൻ്റെ ഡേറ്റൊക്കെ കണ്ടുപിടിച്ച് അപ്ലൈ ചെയ്ത് പോയി എഴുതിക്കൊണ്ടിരുന്നതാണ്. വളരെ കുറച്ച് ആൾക്കാർക്ക് സെൻട്രൽ യൂണിവേഴ്സിറ്റികളെ കുറിച്ചും അതിൻ്റെ സാധ്യതകളെക്കുറിച്ചും അഡ്വാൻറ്റേജുകളെക്കുറിച്ചും ഒക്കെ അറിയാമായിരുന്നു. ഇന്ന് കോമൺ ആയപ്പോൾ ഒരു പ്ലാറ്റ്ഫോമിൽ എത്തിയപ്പോഴേക്കും കൂടുതൽ സെർച്ച് ചെയ്ത് ആ മേഖല തിരഞ്ഞെടുക്കാനുള്ള സാധ്യതയുണ്ട്. അതിനു മുമ്പ് സാറിനോട് മറ്റൊരു ചോദ്യം. സാറിന് എല്ലാ മേഖലയും തികഞ്ഞ കോഴ്സുകളെക്കുറിച്ചും അതിൻ്റെ സാധ്യതകളെക്കുറിച്ചും അറിയാമെന്നുള്ളൊരു വ്യക്തി എന്ന നിലയിൽ മെഡിക്കൽ പ്രൊഫഷൻ അല്ലെങ്കിൽ എഞ്ചിനീയറിംഗ് പ്രൊഫഷൻ അല്ലെങ്കിൽ റിസർച്ച് പ്രൊഫഷൻ്റെ ഒക്കെ ആ മേഖലയിൽ കുട്ടികൾ വ്യാപരിക്കുന്ന ഒരു സമയത്ത് ഡിഗ്രി മേഖലയിൽ UG പ്രോഗ്രാമുകൾക്ക് ഇനി ഉണ്ടാകാൻ പോകുന്നൊരു സാധ്യതകൾ BTechനും മെഡിക്കലിനും ഒക്കെ അപ്പുറത്ത് എനിക്ക് തോന്നുന്നു. കാരണം നമുക്ക് വിദേശത്തോട്ട് പോകുന്നവരുടെ എണ്ണം കൂടുന്നു, പ്രൊഫഷണൽ കോഴ്സുകൾ നോക്കി എണ്ണം പോകുന്നതിനൊക്കെ അപ്പുറത്ത്
എൻ്റെ കാഴ്ചപ്പാടിൽ ഒരു വലിയ സാധ്യതയാണ് ഇന്ത്യൻ കൾച്ചറൽ ഡിഗ്രി മേഖലയ്ക്ക്, ടീച്ചിങ് മേഖലയ്ക്കും ഒക്കെ വരാൻ പോകുന്ന ജോബ് ഓപ്പർച്യൂണിറ്റി ഒക്കെ പ്രൈവറ്റ് സ്ഥാപനങ്ങളൊക്കെ ആണെങ്കിലും ഈ ഡിഗ്രി അല്ലെങ്കിൽ PG ഉള്ള സ്റ്റുഡൻസിനെ നോക്കുന്നൊരു സമയം ബാങ്കിങ് മേഖലയൊക്കെ ശരിയല്ലേ? UG പ്രോഗ്രാം PG പ്രോഗ്രാം കൊണ്ട് വലിയൊരു ജോബ് ഓപ്പർച്യൂണിറ്റി ഇന്ത്യൻ കൾച്ചറിൽ കുട്ടികൾക്ക് ലഭിക്കുന്ന ഒരു സമയം ഏറ്റവും അടുത്ത് തന്നെ എത്തുകയില്ലേ? നമുക്ക് അങ്ങനെ തന്നെ ചിന്തിക്കാം. പ്രത്യേകിച്ച് ഇൻ്റഗ്രേറ്റഡ് PG പ്രോഗ്രാമുകൾ നമ്മൾ IIT NIT കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും നല്ല ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ അല്ലെങ്കിൽ ഐസർ കൂടെ നമുക്ക് കഴിഞ്ഞാൽ ഏറ്റവും നല്ല ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ എന്ന് പറയാവുന്നത് നമ്മുടെ സെൻട്രൽ യൂണിവേഴ്സിറ്റികളിലെ ഇൻ്റഗ്രേറ്റഡ് PG പ്രോഗ്രാമുകളാണ്. സയൻസ് സബ്ജക്റ്റുകൾക്ക് മിക്കവാറും എല്ലാ സെൻട്രൽ യൂണിവേഴ്സിറ്റികളും ഇൻ്റഗ്രേറ്റഡ് പ്രോഗ്രാമുണ്ട്. അതിൽ തന്നെ നമ്മൾ ഹൈദരാബാദും പോണ്ടിച്ചേരിയും പണ്ട് മുതലേ ശ്രദ്ധിക്കുന്നതാണ്, എല്ലാവർക്കും അറിയാവുന്നതാണ്, അതിനുവേണ്ടി കുട്ടികൾ താല്പര്യപ്പെട്ട് പോകുന്നതുമാണ്. അപ്പോൾ അത് അവരുടെ ഹയർ സ്റ്റഡീസ് അത് ഇന്ത്യയിലോ വിദേശത്തോ ഒരു റിസർച്ച് മേഖലയിലേക്കൊക്കെ എത്താൻ താല്പര്യമുള്ള കുട്ടികളെ സംബന്ധിച്ച് വളരെ നല്ലതാണ്. ഇനി UG ആണെങ്കിലും നമ്മൾ മലയാളികൾ പ്രത്യേകിച്ച് നമ്മൾ താല്പര്യം കാണിക്കുന്ന ഡൽഹി യൂണിവേഴ്സിറ്റിയുടെ കോളേജുകളിലേക്കാണ്. ആ ഡൽഹി കോളേജുകൾക്ക് US പോലും ചില യൂണിവേഴ്സിറ്റികൾ നമുക്ക് അറിയാം, US കാനഡയിലും ഒക്കെ അവർ 4 ഇയർ, നമ്മുടെ 16 വർഷം നമ്മൾ പഠിച്ചിരിക്കണം, അതായത് 4 ഇയർ ഡിഗ്രിയാണ് അവർ അക്സെപ്റ്റ് ചെയ്യുന്നതെങ്കിലും DUവിൽ നിന്നുള്ള കുട്ടി, ഡൽഹി യൂണിവേഴ്സിറ്റിയിൽ നിന്നുള്ള കുട്ടിയാണെങ്കിൽ ചില യൂണിവേഴ്സിറ്റീസ് ആ 3 ഇയർ പോലും അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇന്ത്യയിലെ ഏറ്റവും അക്സെപ്റ്റബിൾ ആയിട്ടുള്ള ഡിഗ്രി പ്രോഗ്രാമാണ്. തന്നെയുമല്ല പ്ലേസ്മെൻറ്റുകൾ ഒക്കെ ആണെങ്കിലും പെർ മന്ത് 1 lakh ഉള്ള പ്ലേസ്മെൻറ്റുകളൊക്കെ DU കോളേജസിൽ കോമൺ ആയിട്ട് ഇപ്പോൾ ലഭിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു സാധ്യതയുണ്ട്. അപ്പം നമ്മൾ അങ്ങനെയൊക്കെ നോക്കുമ്പോൾ നമുക്ക് 3 വർഷം കൊണ്ട് കിട്ടുന്നതാണ്. മറ്റേത് മെഡിസിൻ എന്നൊക്കെ പറയുമ്പോൾ അതൊരു ലോങ് ടൈം കരിയറാണ്, എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഇതിപ്പോൾ നമുക്ക് ഈ 3 ഇയർ കഴിയുമ്പോൾ ഡൈവേർട്ട് ചെയ്ത് പോകാൻ മാനേജ്മെൻറ്റ് ഫീൽഡിലേക്ക് വേണേൽ പോകാം, അല്ലെങ്കിൽ പഠിച്ച സബ്ജക്റ്റിൽ തന്നെ ഹയർ സ്റ്റഡീസിന് പോകാം. ഇനി അതല്ലെങ്കിൽ UPSCയുടെ എക്സാമിനേഷനോ സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ്റെ അങ്ങനെയുള്ള ഗവൺമെൻറ് സെക്ടറുകളിലേക്ക് ജനറൽ ആയിട്ടുള്ള ഏതെങ്കിലുമൊക്കെ മേഖലകളിലേക്ക് തിരിഞ്ഞു പോകാം. ഓപ്ഷൻസ് വളരെ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ കുട്ടികൾ ഈ ഒരു അവസരം വിനിയോഗിക്കണം എന്ന് തന്നെയാണ് ഞങ്ങളുടെ അഭിപ്രായം. ഒരു സെൻട്രൽ യൂണിവേഴ്സിറ്റി എന്ന കൺസെപ്റ്റ് അതെന്താണ് യഥാർത്ഥത്തിൽ? കാരണം നമുക്ക് കേരളത്തിലറിയാം, കേരളത്തിൽ കാസർഗോഡ് മാത്രമേ ഉള്ളൂ. ബാക്കി വെളിയിലാണ് 44ഓളം സെൻട്രൽ യൂണിവേഴ്സിറ്റികളും ഡീംഡ് യൂണിവേഴ്സിറ്റികളും അങ്ങനെയുള്ള ഒരു മേഖല, യൂണിവേഴ്സിറ്റി കൺസെപ്റ്റ് എന്നുള്ളതൊക്കെ വളരെ വൈഡായിട്ടുള്ളത് വെളിയിലാണുള്ളത്. ഒരു സെൻട്രൽ യൂണിവേഴ്സിറ്റിയുടെ ഒരു അഡ്വാൻറ്റേജ് ഒരു അക്കാഡമിക് നിലവാരത്തിൻ്റെ കാര്യത്തിലാണോ, പഠന ചെലവിൻ്റെ കാര്യത്തിലാണോ, ജോബ് ഓപ്പർച്യൂണിറ്റിയുടെ കാര്യത്തിലാണോ, എന്തായിരിക്കാം ഒരു സെൻട്രൽ യൂണിവേഴ്സിറ്റി സെലക്ട് ചെയ്യുന്നതിനുള്ള ഔചിത്യം? പഠന ചിലവ് ഒന്നാമത് പറയാം. പഠന ചിലവ് അത്യാവശ്യം ഉള്ളത് ഡൽഹി യൂണിവേഴ്സിറ്റിയിൽ നമുക്ക് യൂണിവേഴ്സിറ്റി ക്യാമ്പസിൽ കോഴ്സുകൾ വളരെ കുറവ്, കോളേജുകളാണ്. അപ്പോൾ അതുകൊണ്ട് അവിടെ അത്യാവശ്യം ഫീസുണ്ട്. പിന്നെ തന്നെയല്ല പല കോളേജിലും ഹോസ്റ്റൽ ഫെസിലിറ്റീസ് എല്ലാ കുട്ടികൾക്കും ലഭിച്ചു എന്നും വരില്ല. അപ്പോൾ പുറത്ത് താമസിക്കേണ്ടി വരും. നമുക്കറിയാം ഡൽഹി മെട്രോ സിറ്റിയാണ്, അങ്ങനെ കുറച്ച് എക്സ്പെൻസ് ഒക്കെ വരും. അപ്പോൾ അതൊക്കെ ഒന്ന് മാറ്റി വെച്ച് കഴിഞ്ഞാൽ ബാക്കിയുള്ള സെൻട്രൽ യൂണിവേഴ്സിറ്റീസ് പൊതുവെ എടുത്താൽ ഫീസ് വളരെ നാമമാത്രമായ ഫീസ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അത് കോളേജിലും അതെ, ഹോസ്റ്റലിലും അതെ. അപ്പം വളരെ കുറച്ച് നമ്മുടെ നാട്ടിലുള്ള ഒരു കോളേജിൽ കൊടുക്കേണ്ട അത്രയും പോലും ഫീസ് കൊടുക്കേണ്ടതായിട്ട് പല സെൻട്രൽ യൂണിവേഴ്സിറ്റിയിലും വരുന്നില്ല. അപ്പോൾ അതൊരു മെയിൻ അട്രാക്ഷനായിട്ട് നമുക്ക് പറയാം. പിന്നെ വളരെ ഡൈവേഴ്സിഫൈഡ് ആയിട്ടുള്ള കോഴ്സുകളാണ്. ഞാൻ ആദ്യം പറഞ്ഞായിരുന്നല്ലോ. അപ്പോൾ ടീച്ചിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പോൾ നമുക്കറിയാം 2000 NEP വന്നതോടുകൂടി 2030 ഇൻ്റഗ്രേറ്റഡ് BEd ഉള്ളവർക്ക് സാധ്യതയുള്ളൂ. നമ്മുടെ കാസർഗോഡ് സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ ഈ വർഷം ഇൻ്റഗ്രേറ്റഡ് BA BEd, അതും ട്രിപ്പിൾ മെയിൻ പ്ലസ് BEd, അപ്പോൾ 4 ഡിഗ്രി ഒരുമിച്ച് കിട്ടും. BA BEd ഉണ്ട്, BSc BEd ഉണ്ട്, BCom BEd വന്നിട്ടുണ്ട്. അതുപോലെ ലീഗൽ ആപ്റ്റിറ്റ്യൂഡ് ലോ പഠിക്കാനുള്ള സാധ്യതയുണ്ട്. പിന്നെ പെർഫോമിംഗ് ആർട്സ്, ഫൈൻ ആർട്സ്, സ്പോർട്സ്, ഇങ്ങനെ പല മേഖലകളിലേക്ക് തിരിയാനുള്ള സാധ്യതകൾ ഈ യൂണിവേഴ്സിറ്റി. അപ്പം വളരെ ഡൈവേഴ്സിഫൈഡ് ആയിട്ടുള്ള ഫോറിൻ ലാംഗ്വേജസ് എല്ലാം തന്നെ ഉണ്ട്. എല്ലാം ഇഫ്ലു ഒക്കെ എടുത്ത് പറയേണ്ടതാണ്. ഫോറിൻ ലാംഗ്വേജിന് നമുക്കറിയാം മുമ്പെങ്ങും ഇല്ലാത്ത സാധ്യതകളാണ് ഇപ്പോൾ ഉള്ളത്. പ്രത്യേകിച്ച് ജർമ്മൻ, ഫ്രഞ്ച്, സ്പാനിഷ് പോലെയുള്ള ലാംഗ്വേജുകൾ അങ്ങനെ ഒരു ഉണ്ട്. അപ്പം നമുക്ക് അത് വലിയൊരു സാധ്യതയാണ്. പിന്നെ ഒരു മൾട്ടി കൾച്ചർ സൊസൈറ്റിയിലേക്കാണ് കുട്ടികൾ ചെല്ലുന്നത്. നമുക്കറിയാം ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിൽ നിന്നും നമുക്കറിയാം എല്ലാ സ്റ്റേറ്റുകളും ഭാഷയുടെ കാര്യത്തിലും കൾച്ചറിൻ്റെ കാര്യത്തിലൊക്കെ ഒത്തിരി വ്യത്യാസമുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളൊരു സൊസൈറ്റിയിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. ഒരു ജീവിതത്തിൽ ഡെവലപ്പ് ചെയ്യാനുള്ള ഒരു അവസരം കിട്ടും. പിന്നെ നേരത്തെ പറഞ്ഞാൽ പ്ലേസ്മെൻറ്റ് നല്ല രീതിയിലുണ്ട്.
പിന്നെ ഇൻഡസ്ട്രി കൊളാബറേഷൻ പല യൂണിവേഴ്സിറ്റികളിലും നല്ല രീതിയിൽ ഇൻഡസ്ട്രി കൊളാബറേഷൻ ഉണ്ട്. അതുകൊണ്ട് ഇൻഡസ്ട്രിയും അക്കാഡമിയും തമ്മിൽ ഒരു മാച്ചിങ് മിസ്മാച്ച് ഒഴിവാക്കാനൊക്കെ ഒരു പരിധിവരെ പഠിച്ചു പോകാനായിട്ട് പറ്റുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ നമുക്ക് പല രീതിയിൽ അതുതന്നെ ഇൻ്റർനാഷണൽ എക്സ്പോഷർ ചില യൂണിവേഴ്സിറ്റികൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ ഫാക്കൽറ്റീസ് നമ്മൾ എടുത്ത് പറയേണ്ടതാണ്. ഫാക്കൽറ്റീസ് പലരും വിദേശ യൂണിവേഴ്സിറ്റികളിൽ നിന്ന് പോസ്റ്റ് ഡോക്ടറൽ ഫെലോ ഒക്കെ കഴിഞ്ഞ് PDF ഒക്കെ കഴിഞ്ഞ് വരുന്ന ഫാക്കൽറ്റീസ് പല സെൻട്രൽ യൂണിവേഴ്സിറ്റിയിലും ഉണ്ട്. അത് കുട്ടികളെ തീർച്ചയായിട്ടും ഗ്രൂം ചെയ്യും. അത് പ്രധാനപ്പെട്ട കാര്യമാണ്. പിന്നെ നമ്മളറിയാം സെൻട്രൽ യൂണിവേഴ്സിറ്റീസ് എന്നാണ് അറിയപ്പെടുന്നത്. അപ്പോൾ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ നേരിട്ടുള്ള ഫണ്ട് നന്നായിട്ട് വരുന്നുണ്ട്. അതുകൊണ്ട് ഏരിയ നന്നായിട്ടുണ്ട്. അപ്പോൾ ക്യാമ്പസ് ലൈഫ് നല്ല രീതിയിൽ ക്യാമ്പസ് ഉണ്ട്. ചിലത് ഇച്ചിരി ഉള്ളിലൊക്കെ ആയിരിക്കും, എങ്കിലും ക്യാമ്പസ് നന്നായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇൻഫ്രാസ്ട്രക്ചർ പൊതുവേ നല്ലൊരു ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ടാവും. അപ്പം ഇങ്ങനെ കുറേ അധികം സാധ്യതകൾ നമുക്ക് പ്രത്യേകതകൾ തീർച്ചയായിട്ടും നമുക്ക് ഓപ്റ്റ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും സെൻട്രൽ യൂണിവേഴ്സിറ്റികൾ. നമുക്ക് ആ സെൻട്രൽ യൂണിവേഴ്സിറ്റികൾ പറയുകയാണെങ്കിൽ ഒന്നാമതായിട്ട് സാർ പറഞ്ഞു ഡൽഹി യൂണിവേഴ്സിറ്റിയാണ് കേരളം മലയാളികൾ ഏറ്റവും ആദ്യം സെർച്ച് ചെയ്യുന്നത് വിചാരിക്കും. ഡൽഹി തന്നെയാണ് ആ യൂണിവേഴ്സിറ്റിയുടെ കീഴിലുള്ള കോളേജുകളിലാണ് നമ്മൾ ഡിഗ്രി പ്രവേശനം നേടുന്നത്. ഓക്കെ, ഡൽഹി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും കൂടുതൽ ഹൈദരാബാദ് അല്ലെങ്കിൽ ബനാറസ് യൂണിവേഴ്സിറ്റി ഏതായിരിക്കാം നമുക്ക് പ്രധാനപ്പെട്ട യൂണിവേഴ്സിറ്റികൾ? നമുക്കിതിന് ഒരു മാനദണ്ഡം ആയിട്ട് നമുക്ക് എടുക്കാവുന്ന NIRF റാങ്കിങ് ആണ്. NIRF റാങ്കിൽ പല പാരാമീറ്റേഴ്സ് ഉണ്ട്, അത്ര കൃത്യമായിട്ട് നമുക്ക് പറയത്തില്ല. എങ്കിലും നമുക്കത് വെച്ചുകൊണ്ട് ഒരു 10-12 യൂണിവേഴ്സിറ്റീസ് കുട്ടികൾ ശ്രദ്ധിക്കേണ്ട. നമ്മൾ ഈ 44 ഉണ്ട്, വീണ്ടും പ്രൈവറ്റ് ഉണ്ട്, ഡീംഡ് ടു ബി ഉണ്ടെന്ന് പറഞ്ഞാലും പല പ്രൈവറ്റ് യൂണിവേഴ്സിറ്റീസ് നമ്മൾ വിചാരിക്കുന്ന പോലെ അത്ര നല്ലതൊന്നുമല്ല. ഡീംഡ് ടു ബി ആണെങ്കിൽ പോലും അതിൽ നല്ല ഒരു സാധ്യതകൾ നമുക്ക് നമ്മുടെ നാട്ടിൽ തന്നെയൊക്കെ ഉണ്ടാവാം. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഒരു 10-12 യൂണിവേഴ്സിറ്റീസ് നമുക്ക് ഏകദേശം നമുക്ക് പറയാവുന്ന. ഒന്നാമത് നമുക്ക് JNU ആ പറയാവുന്നത്. നമുക്കറിയാം ഏത് റാങ്കിങ്ങിലും ഒന്നാമത് വരുന്ന JNU ആണ്. പക്ഷേ JNUവിൻ്റെ ഒരു കുഴപ്പം വളരെ കുറച്ച് കോഴ്സുകൾ മാത്രമേ ഉള്ളൂ. UG ലെവൽ CUET വരുന്ന UG ലെവലിൽ വളരെ കുറച്ച് കോഴ്സുകളേ ഉള്ളൂ. അതുകൊണ്ട് നമുക്ക് വലിയൊരു പ്രയോജനം അത് ഉണ്ടാവുന്നില്ല എന്ന് നമുക്ക് പറയാം. രണ്ടാമത് നമുക്ക് പറയാവുന്ന ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റിയാണ്. BHU എല്ലാ കോഴ്സുകളും, അത് എഞ്ചിനീയറിങ്ങും മെഡിസിനും ആയുർവേദവും ഹോമിയോയും അതുപോലെ വെറ്റിനറിയും അഗ്രികൾച്ചറും ഉൾപ്പെടെ എല്ലാം ഉള്ളതാണ്. അതിനകത്ത് അഗ്രികൾച്ചറിൻ്റെ 85% സീറ്റും എടുക്കുന്നത് CUET ന്ന്. 15% മാത്രമേ ഐക്കാറിന് പോവുള്ളൂ. ഐക്കാർ 15 ഉള്ളൂ, ബാക്കി 85 ഇവിടെ നിന്നാണ്. അതിന് ഫിസിക്സ് കെമിസ്ട്രി മാത്സ് എഴുതാം, അല്ലെങ്കിൽ ഫിസിക്സ് കെമിസ്ട്രി ബയോളജി എഴുതാം. സബ്ജക്ട് കോമ്പിനേഷൻ അങ്ങനെയാണ്. അപ്പോൾ അത് ഒരു അട്രാക്ഷനാണ്. പിന്നെ BTech ഉണ്ട്, ഫുഡ് ടെക്നോളജി ഉണ്ട്, അതുപോലെ തന്നെ BTech ഡയറി ടെക്നോളജി, അങ്ങനെ ചില കോഴ്സുകളൊക്കെ ഇവിടെ ഉണ്ട്. അപ്പോൾ BHU നമുക്ക് ശ്രദ്ധിക്കാവുന്നതാണ്. പിന്നെ നമുക്കൊരു യൂണിവേഴ്സിറ്റി അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റി AMU. പക്ഷേ AMUവിൽ ഞാൻ JNU പറഞ്ഞ പോലെ തന്നെ കുറച്ച് കോഴ്സുകൾ മാത്രമേ, ഏകദേശം 10 കോഴ്സുകൾ, അത് അത്ര നമുക്ക് താല്പര്യം തോന്നുന്ന കോഴ്സുകളും അല്ല, ഡിഗ്രി പ്രോഗ്രാംസും അല്ല. അവർ പക്ഷേ AMU ഇപ്പോൾ അവരുടെ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്, അവർ സ്വന്തമായിട്ട് അവരുടെ ഡിപ്പാർട്ട്മെൻറ്റ് ടെസ്റ്റ് നടത്തുന്നുണ്ട്. അതുവഴിയാണ് കൂടുതൽ നല്ല യൂണിവേഴ്സിറ്റിയാണ്. പിന്നെ ജാമിയ മില്ലിയ ഇസ്ലാമിയ JMI എന്ന് പറയും. ഈ ജാമിയയിലും ഈ പറഞ്ഞ പോലെ നമുക്ക് എല്ലാ പ്രോഗ്രാമും CUET വഴിയല്ല, അങ്ങനെ ഒരു ലിമിറ്റേഷൻ ജാമിയയ്ക്കുണ്ട്. പിന്നെ നമുക്ക് ഡൽഹി യൂണിവേഴ്സിറ്റിയിലേക്ക് വരാം. DUവിൽ നമ്മുടെ എല്ലാ പ്രോഗ്രാമും CUET വഴിയാണ്. DU എന്ന് പറയുമ്പോൾ നമ്മൾ കോളേജസിനാണ് പ്രാധാന്യം കൊടുക്കുന്നത്. നമ്മൾ ഈ യൂണിവേഴ്സിറ്റിയിൽ നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ നമ്മൾ കോളേജസുകളെ ഓർത്തിട്ടാണ്. ആ ഓരോ കോളേജുകൾ നമ്മളൊരു പ്രിഫറൻസ് ഓർഡറിൽ കുട്ടികൾ അവരുടേതായ ഒരു ലിസ്റ്റൊക്കെ ഉണ്ടാക്കിയിട്ട് അങ്ങനെയാണ് ചെയ്യുന്നത്. ഇപ്പോൾ നമുക്ക് നല്ല കോളേജസ് ഉണ്ട്, LSR ഉണ്ട്, ലേഡി ശ്രീരാം കോളേജ്, പെൺകുട്ടികൾ യൂണിവേഴ്സിറ്റി അലോട്ട്മെന്റ് നടക്കുമ്പോൾ കോളേജുകളാണ് ഓപ്റ്റ് ചെയ്യുന്നത്, കോളേജുകളിലെ കോഴ്സുകളാണ് ഓപ്റ്റ് ചെയ്യുന്നത്. ഇപ്പോൾ LSR വരുന്നുണ്ട്, ശ്രീരാം കോളേജ് ഓഫ് കൊമേഴ്സ് ഉണ്ട്, ഹിന്ദു കോളേജ് ഉണ്ട്, സെൻറ്റ് സ്റ്റീഫൻസ് ഉണ്ട്, ഗാർഗ ഉണ്ട്, ജീസസ് ആൻഡ് മേരി ഉണ്ട്, ഹാൻസ് രാജ്, റാംജാസ്, മിറാണ്ട, അങ്ങനെ നമ്മൾ ഇന്ത്യയിലെ ഒരു ആദ്യത്തെ 10 കോളേജ് എടുത്താൽ 5-6 കോളേജ് ഡൽഹി കോളേജസ് ആണ്, ആ കോളേജാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിന് കൂടുതൽ പ്രാധാന്യമുണ്ട്. അപ്പം ഡൽഹി യൂണിവേഴ്സിറ്റി നമുക്ക് പറയാം. പിന്നെ യൂണിവേഴ്സിറ്റി ഹൈദരാബാദ് സെൻട്രൽ യൂണിവേഴ്സിറ്റി, അവിടെ ഇൻ്റഗ്രേറ്റഡ് PG പ്രോഗ്രാമാണ്. ഇൻ്റഗ്രേറ്റഡ് 5 വർഷം MSc MAയും കിട്ടുന്നത്. MSc പ്രോഗ്രാമും 3 വർഷം കഴിയുമ്പോൾ ഇറങ്ങാമോ അതോ ഇല്ല, 5 വർഷത്തെ പ്രോഗ്രാമാണ്. പിന്നെ പറയാവുന്നത് പോണ്ടിച്ചേരി സെൻട്രൽ യൂണിവേഴ്സിറ്റി, അവിടെയും നമ്മുടെ ഹൈദരാബാദ് പോലെ തന്നെ 5 ഇയർ ഇൻ്റഗ്രേറ്റഡ് MScയും MAയുമാണുള്ളത്.
ഈ പോണ്ടിച്ചേരി നമുക്ക് ഇൻ്റർനാഷണൽ എക്സ്പോഷർ കിട്ടാവുന്ന ഒരു പ്രോഗ്രാമുണ്ട്, സീൽ എന്ന് പറയും, സോഷ്യോ ആൻഡ് എക്കണോമിക് അഡ്മിനിസ്ട്രേഷൻ ആൻഡ് ലോ. അതിൽ 2 വർഷം നമുക്ക് പോണ്ടിച്ചേരി പഠിക്കാം, 1 വർഷം പാരീസിൽ പഠിക്കാം, വീണ്ടും 2 വർഷം പോണ്ടിച്ചേരി പഠിക്കാം. നമുക്കൊരു ഡ്യുവൽ ഡിഗ്രിയാണ് കിട്ടുന്നത്. പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റിയുടെ ഡിഗ്രിയും പാരീസ് 1 യൂണിവേഴ്സിറ്റിയുടെ ഡിഗ്രിയും 2 ഡിഗ്രി കിട്ടുന്നത്. സബ്ജക്റ്റ് എഴുതേണ്ടത് ജനറൽ സ്റ്റഡീസ് മാത്രം എഴുതിയാൽ മതി. ജനറൽ ടെസ്റ്റ് മാത്രം എഴുതി, ഒറ്റ പേപ്പർ എഴുതിയാൽ മതി, ജനറൽ ടെസ്റ്റ് മാത്രം. എനിക്ക് തോന്നുന്നു അത് അധികം ആൾക്കാർക്ക് അറിയില്ല. പോണ്ടിച്ചേരിയിലെ നമ്മുടെ ആർട്സ് സബ്ജക്റ്റുകൾ, ഈ MA പ്രോഗ്രാമുള്ള പ്രത്യേകത ജനറൽ ടെസ്റ്റ് മാത്രം മതി. ആ സമയം നമ്മൾ മാത്സോ സ്റ്റാറ്റിയോ ഫിസിക്സോ ഒക്കെ ആണെങ്കിൽ ഫിസിക്സ്, കെമിസ്ട്രി, മാത്തമാറ്റിക്സ്, ആ ഒരു കമ്പ്യൂട്ടർ സയൻസ് ആണെങ്കിലും അങ്ങനെ തന്നെ ഇത് 3 കൊടുക്കണം. ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ് എഴുതേണ്ടി വരും. ഇതിന് ആർട്സ് സബ്ജക്റ്റുകൾക്കെല്ലാം ജനറൽ ടെസ്റ്റ് മാത്രമേ എഴുതൂ. അതേസമയം നമ്മൾ ഹൈദരാബാദിലേക്ക് വരുമ്പോൾ ഹൈദരാബാദുകാർ ചിലതിന് നമ്മളെ കൊണ്ട് 5 സബ്ജക്റ്റ് വരെ എഴുതിക്കുന്നുണ്ട്. ഇപ്പോൾ എക്സാമ്പിൾ പറഞ്ഞാൽ നമ്മൾ കെമിസ്ട്രിക്കാണെങ്കിൽ, ഇൻ്റഗ്രേറ്റഡ് കെമിസ്ട്രിക്കാണെങ്കിൽ ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ്, ബയോളജി, ഇംഗ്ലീഷ്, അങ്ങനെ 5 എണ്ണം വരും. അതേസമയം മാത്തമാറ്റിക്സ് ആണെങ്കിൽ ഫിസിക്സ്, കെമിസ്ട്രി, മാത്സും ഇംഗ്ലീഷും മതി, 4 എണ്ണം മതി. അപ്പോൾ ഹൈദരാബാദ്, പോണ്ടിച്ചേരി നല്ല യൂണിവേഴ്സിറ്റിയാണ്. പിന്നെ നമ്മൾ നോക്കിയാൽ പറയാവുന്നത് ലാംഗ്വേജിനെ സംബന്ധിച്ച് ഇഫ്ലു, ഇംഗ്ലീഷ് ആൻഡ് ഫോറിൻ ലാംഗ്വേജ് യൂണിവേഴ്സിറ്റി ഹൈദരാബാദ് വളരെ ഫേമസ് ആണ്. അവിടെ നമുക്ക് ഏത് ഫോറിൻ ലാംഗ്വേജും പഠിക്കാം, ഇംഗ്ലീഷും ജനറൽ ടെസ്റ്റ് മാത്രം എഴുതിയാൽ മതി. ലാംഗ്വേജ് പിന്നെ നമ്മൾ സെലക്ട് ചെയ്താൽ മതി ഏതാണെന്നുള്ളത്, ഏത് പഠിക്കാമെന്നുള്ളത്. പിന്നെ ടിസ് ഉണ്ട്, ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സോഷ്യൽ സയൻസ് ഉണ്ട്. പിന്നെ തെസ്പൂർ യൂണിവേഴ്സിറ്റി ആസാമിലെ നല്ലൊരു യൂണിവേഴ്സിറ്റിയാണ് തെസ്പൂർ. പിന്നെ നോർത്ത് ഈസ്റ്റേൺ ഹിൽ ഷില്ലോങ്ങിലുണ്ട്, അതും നല്ലൊരു യൂണിവേഴ്സിറ്റി ആയിട്ടാണ് പൊതുവെ അറിയപ്പെടുന്നത്, നോർത്ത് ഈസ്റ്റേൺ ഹിൽ യൂണിവേഴ്സിറ്റി. പിന്നെ ബംഗാളിൽ കൊൽക്കത്തയിലെ വിശ്വഭാരതി നല്ലൊരു യൂണിവേഴ്സിറ്റിയാണ്, സെൻട്രൽ യൂണിവേഴ്സിറ്റിയാണ്. ടാഗോറിൻ്റെ വിശ്വഭാരതി നല്ല ഒരു സെൻട്രൽ യൂണിവേഴ്സിറ്റിയാണ് അറിയപ്പെടുന്നത്. അപ്പോൾ പിന്നെ നമുക്ക് പറയാവുന്നത് ഡൽഹിയിൽ അംബേദ്കർ യൂണിവേഴ്സിറ്റി നല്ലതാണ്. പിന്നെ ഒരു സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റിയാണ് ഇക്കണോമിക്സിന്, കർണാടകത്തിൽ BR അംബേദ്കർ യൂണിവേഴ്സിറ്റി ഓഫ് എക്കണോമിക്സ്, അവിടെ MSc എക്കണോമിക്സ് ആണ്. പിന്നെ സെൻട്രൽ യൂണിവേഴ്സിറ്റീസ് എടുത്താൽ രാജസ്ഥാനും ഹരിയാനയും നല്ലതാണ്. തമിഴ്നാട് വലിയ കുഴപ്പമില്ല. കേരളത്തിൽ പക്ഷേ കോഴ്സ് കുറവാണ്. ആ പാടെ BA ഇൻ്റർനാഷണൽ റിലേഷൻ. പിന്നെ ഈ വർഷം ആരംഭിക്കുന്ന ഞാൻ നേരത്തെ സൂചിപ്പിച്ച 3 B.Ed ഇൻ്റഗ്രേറ്റഡ് B.Ed പ്രോഗ്രാമുകളേ ഉള്ളൂ. അപ്പം മൊത്തം 4 കോഴ്സുകളെ നമുക്ക് UG ലെവലിൽ നമുക്ക് പറയാനുള്ളൂ. അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് യൂണിവേഴ്സിറ്റികൾ സെലക്ട് ചെയ്യുമ്പം ആദ്യത്തെ എന്നുള്ള രീതിയിൽ നമുക്ക് കൊടുക്കാവുന്നത്. പിന്നെ ഇതിനകത്തൊരു പ്രത്യേകത, നമ്മൾ ഈ ആപ്ലിക്കേഷൻ ടൈമിൽ യൂണിവേഴ്സിറ്റി ഒരെണ്ണം സെലക്ട് ചെയ്ത് കൂടിപ്പോയാലും കുറഞ്ഞു പോയാലും കുഴപ്പമില്ല. കൂടിപ്പോയെന്ന് ഓർത്തുകൊണ്ട് നമ്മളവിടെ പിന്നീട് ആ സമയത്ത് നമ്മൾ കൊടുക്കാതിരുന്നാൽ മതി. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമുക്ക് നമ്മുടെ ഒരു ധാരണ ഈ ഒരു പരീക്ഷ കൊണ്ട് എല്ലാം ആകും എന്നൊരു ചിന്ത ചില കുട്ടികൾക്കുണ്ട്. പക്ഷേ അങ്ങനെയല്ല. NDA ആണ് എക്സാം നടത്തുന്നത്. NDAയുടെ ഡ്യൂട്ടി ആപ്ലിക്കേഷൻ കോൾ ഫോർ ചെയ്യുക, പരീക്ഷ നടത്തുക, റിസൾട്ട് പ്രഖ്യാപിക്കുക, പെർസെൻറ്റേജ് സ്കോറാണ് കഴിഞ്ഞ വർഷം ആദ്യം പറഞ്ഞത്, പിന്നെ നോർമലൈസ്ഡ് സ്കോർ, അപ്പോൾ സ്കോർ കാർഡ് കൊടുക്കാമെന്ന് പറയാം. ഇത്രയും കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ NDAയുടെ ഉത്തരവാദിത്തം, NDA അവിടുന്ന് പിന്മാറുക. പിന്നെ നമ്മൾ ഏത് യൂണിവേഴ്സിറ്റിയാണ് നമുക്ക് താല്പര്യം, ആ യൂണിവേഴ്സിറ്റിയിലെ പ്രോഗ്രാമുകൾക്ക് വേണ്ടി ആ യൂണിവേഴ്സിറ്റിയിൽ നമുക്ക് ഫീസ് കൊടുക്കണം, പ്രോഗ്രാമുകൾക്ക് ചേരാൻ വേണ്ടി. അവിടെ നമ്മൾ ഫീസ്, ആപ്ലിക്കേഷൻ ഫീസൊക്കെ അടച്ച് ഏതിനാണോ നമ്മൾ പ്രോസസ്സിൽ പങ്കെടുക്കണം. അപ്പോൾ അതുകൊണ്ടാണ് ഈ നമ്മുടെ CUET എക്സാം കഴിഞ്ഞാലും വീണ്ടും യൂണിവേഴ്സിറ്റി നമുക്ക് സെലക്ട് ചെയ്യാം, വിൻഡോ ഓപ്പൺ ആയിരിക്കും. കാരണം ഒരെണ്ണം നമ്മൾ വിട്ടുപോയാൽ അതൊന്നും വലിയ ടെൻഷൻ എടുക്കേണ്ട കാര്യമൊന്നുമില്ല. സാർ പറഞ്ഞത് CUET എന്ന് പറയുന്നത് ഒരു കോമൺ യൂണിവേഴ്സിറ്റി എൻട്രൻസ് എക്സാം മാത്രമാണ്. ഈ എക്സാമിന് നമ്മൾ തയ്യാറെടുക്കുന്നത്, ഓൺലൈൻ അപ്ലൈ ചെയ്യുന്നതിന് മുമ്പ് ഏറ്റവും പ്രധാനം ആദ്യം യൂണിവേഴ്സിറ്റിയെക്കുറിച്ച് നമുക്കൊരു ധാരണ ഉണ്ടായിരിക്കണം. നമുക്കതിലും നല്ലത് ഏറ്റവും ആദ്യം നമുക്ക് കോഴ്സ് അങ്ങ് സെലക്ട് ചെയ്യുന്നതായിരിക്കും. അപ്പം നമുക്ക് CUET കുറിച്ച് നമ്മൾ ഓൺലൈൻ അപ്ലൈ ചെയ്യാൻ തുടങ്ങുന്നതിന് മുമ്പ് ആദ്യം നമ്മൾ കോഴ്സിനെ കുറിച്ച് നമുക്കൊരു ധാരണ, നമുക്ക് അവിടെ ഒരു പ്രിയോറിറ്റി ഉണ്ടാക്കാം സാറേ. നമുക്കവിടെ ഇപ്പം സയൻസ് പഠിക്കുന്നൊരു കുട്ടി, അവന് ഫിസിക്സ് ആണ് ഏറ്റവും താല്പര്യം. അപ്പം ഫിസിക്സിന് നമ്മൾ കുറേ യൂണിവേഴ്സിറ്റി സെലക്ട് ചെയ്തിട്ടുണ്ട്. അവിടെ എവിടെയെങ്കിലും കിട്ടിയാൽ ഫിസിക്സിൽ പോകും, ഇല്ലെങ്കിൽ നമ്മൾ കെമിസ്ട്രിയാണ് പോകുന്നത് ഈ പറയുന്ന യൂണിവേഴ്സിറ്റി. അപ്പോൾ ഒരു പ്രിയോറിറ്റി ഓർഡർ ആദ്യം നമുക്ക് കോഴ്സിനെ സംബന്ധിച്ച് ഒരു 3-4 ഒരുപാട് നമ്മൾ വേണ്ട 3-4 എണ്ണത്തിന് നമ്മൾ പോകാൻ താല്പര്യമുള്ളൂ. അത് ഇൻ്റഗ്രേറ്റഡ് ആണ് അങ്ങനെ, UG ആണ് അങ്ങനെ നമ്മൾ ഉണ്ടാക്കാം. അതിനുശേഷം യൂണിവേഴ്സിറ്റിയുടെ ഒരു പ്രിയോറിറ്റി ഓർഡർ ഉണ്ടാക്കാം. അവിടെ പഠിക്കണമെങ്കിൽ ഏതൊക്കെ എഴുതണമെന്ന് ആ യൂണിവേഴ്സിറ്റി ഇന്ന യൂണിവേഴ്സിറ്റീസ് എനിക്ക് താല്പര്യമാണെന്നും പറഞ്ഞൊരു ഓർഡർ ഉണ്ടാക്കാം. മൂന്നാമത് ചെയ്യേണ്ടത്
ഈ പറയുന്ന നമ്മുടെ കോഴ്സ് ആ യൂണിവേഴ്സിറ്റി കിട്ടണമെങ്കിൽ ഏതൊക്കെ സബ്ജക്റ്റുകൾ എഴുതണം എന്ന് ആ യൂണിവേഴ്സിറ്റിയുടെ സൈറ്റിൽ നോക്കണം. അപ്പോൾ നമ്മൾ CUET-ക്ക് വേണ്ടി നമ്മൾ CUET-യുടെ സൈറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ യൂണിവേഴ്സിറ്റീസും പറഞ്ഞ് കിടപ്പുണ്ട്. അതിൽ നമ്മൾ ക്ലിക്ക് ചെയ്താൽ പെട്ടെന്ന് നമുക്ക് യൂണിവേഴ്സിറ്റീസ് എല്ലാം കൂടെ വരും. അപ്പോൾ അതിനകത്ത് ഏതെങ്കിലും ഒരെണ്ണം നമുക്കൊരു ഉദാഹരണം വേണമെങ്കിൽ നമുക്ക് കാണിച്ചു കൊടുക്കാം സാർ. ഏറ്റവും അധികം കുട്ടികൾ എൻക്വയറി നടത്തുന്ന ഒരു മേഖലയാണ് ഒന്ന്, ഈ നമ്മുടെ അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഒരു യൂണിവേഴ്സിറ്റി സെലക്ട് ചെയ്യേണ്ട ആവശ്യമുണ്ടോ. പിന്നെ ചോദിച്ചത്, എനിക്കൊരു സബ്ജക്റ്റ് പഠിക്കണമെങ്കിൽ, ഫിസിക്സ് പഠിക്കണമെങ്കിൽ ഞാൻ ഏതൊക്കെ സബ്ജക്റ്റുകളിൽ പരീക്ഷ എഴുതണം, അങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ചാണ്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളിലൂടെയാണ് നമ്മൾ പോകുന്നത്. CUET ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യുന്നതിന് മുമ്പ് അല്ലെങ്കിൽ തയ്യാറെടുക്കുന്നതിന് മുമ്പ് നമുക്ക് താല്പര്യമുള്ള സബ്ജക്റ്റുകൾ ഏതെന്നുള്ളത് സെലക്ട് ചെയ്യുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മൾ ടോപ്പ് യൂണിവേഴ്സിറ്റികളെക്കുറിച്ച് നമ്മൾ പഠിക്കുന്നു. പിന്നീട് ആ യൂണിവേഴ്സിറ്റിയിൽ അഡ്മിഷൻ കിട്ടണമെങ്കിൽ CUET-യിൽ ഏതൊക്കെ പരീക്ഷ എഴുതണമെന്ന് നമ്മൾ തീരുമാനിക്കുന്നു. അതിൻ്റെ ആ ഒരു പ്രോസസ്സിലോട്ട് നമ്മൾ കിടക്കുമ്പോൾ യൂണിവേഴ്സിറ്റി ഓഫ് ഡൽഹിയിൽ നമുക്ക് ഫിസിക്സ് ആണ് ഒരു കുട്ടിക്ക് താല്പര്യം. അപ്പോൾ അദ്ദേഹം ആദ്യം ആഗ്രഹിച്ചത് ഫിസിക്സിൽ ഡിഗ്രി എടുക്കണം അല്ലെങ്കിൽ ഇൻ്റഗ്രേറ്റഡ് ചെയ്യണമെന്നാണ് ആ കുട്ടി ആഗ്രഹിച്ചത്. അപ്പോൾ അതിനകത്ത് ഓണേഴ്സ് പ്രോഗ്രാമുകൾക്ക് കഴിവതും ശ്രമിക്കുക. കാരണം സബ്ജക്റ്റ് ഡീപ്പായിട്ട് വരുന്ന ഓണേഴ്സ് പ്രോഗ്രാമുകൾ അതോടെ ഒന്ന് ശ്രദ്ധിക്കുന്നതായിരിക്കും. അത് കഴിഞ്ഞിട്ട് യൂണിവേഴ്സിറ്റികളെ കുറിച്ച് സെർച്ച് ചെയ്തപ്പോൾ നോർമലായിട്ട് നമുക്കറിയാം മലയാളികൾ ഏറ്റവും കൂടുതൽ പ്രവേശനം നേടുന്നതും ഏറ്റവും കൂടുതൽ ടോപ്പ് കോളേജസ് ഉള്ളതും ഡൽഹി യൂണിവേഴ്സിറ്റിയാണ്. അതുകൊണ്ട് ഡൽഹി യൂണിവേഴ്സിറ്റിയുടെ പ്രിഫറൻസിൽ ആദ്യം വന്നു. അതിനുശേഷം നമ്മൾ നോക്കുക ഡൽഹി യൂണിവേഴ്സിറ്റി ഓഫ് ഡൽഹി എന്നുള്ളത് സെലക്ട് ചെയ്തിട്ട് അവിടെ ഫിസിക്സ് പഠിക്കണമെങ്കിൽ ഈ CUET-ക്ക് ഏതൊക്കെ പരീക്ഷ എഴുതണം. ഫിസിക്സ് മാത്രം പരീക്ഷ എഴുതിയാൽ പോരാ, സബ്ജക്റ്റ് കോമ്പിനേഷൻ എന്താണ് എഴുതേണ്ടത് നമ്മൾ നോക്കി. ഫിസിക്സ്, കെമിസ്ട്രി, മാത്തമാറ്റിക്സ്, അതിലേക്ക് അപ്ലൈഡ് മാത്തമാറ്റിക്സ് രണ്ടൊന്ന്, എനി വൺ ലാംഗ്വേജ്. ഇത്രയും CUET-യിൽ പരീക്ഷ എഴുതിയാലേ നമുക്ക് ഡൽഹി യൂണിവേഴ്സിറ്റിയിൽ പ്രവേശനം നേടാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ടത് ഇവിടെ നമ്മൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഡൽഹി യൂണിവേഴ്സിറ്റിയിൽ നിന്ന് സെലക്ട് ചെയ്തില്ലെങ്കിൽ പോലും യാതൊരു കുഴപ്പവുമില്ല. പക്ഷേ CUET പരീക്ഷയിൽ നമ്മൾ ഫിസിക്സും കെമിസ്ട്രിയും മാത്തമാറ്റിക്സും ഏതെങ്കിലും ലാംഗ്വേജ് എഴുതണം. ലാംഗ്വേജിന്റെ സ്കോർ ഇവിടെ പരിഗണിക്കുന്നില്ല. നമുക്കൊരു 30% ഇട്ടാൽ മതി, കട്ട് ഓഫ് ഇട്ടാൽ മതി. ലാംഗ്വേജിന്റെ കാര്യത്തിൽ ഒരു ശ്രദ്ധ കൊടുക്കേണ്ട കാര്യമുണ്ട്. കാരണം ലാംഗ്വേജ് സെലക്ട് ചെയ്യുമ്പോൾ നമുക്കിപ്പം ഡൽഹി യൂണിവേഴ്സിറ്റിയിൽ കുഴപ്പമില്ല, പക്ഷേ നമ്മൾ മറ്റു പല യൂണിവേഴ്സിറ്റീസ് പറയുമ്പോൾ ഇംഗ്ലീഷ് നമ്മൾ ചേർത്ത് പറഞ്ഞു. അപ്പോൾ നമുക്ക് ആദ്യം നമ്മുടെ ഇത് 4 സെറ്റായിട്ട് നമുക്കിത് പറയാം. മൊത്തം സബ്ജക്റ്റുകൾ നമുക്ക് ആദ്യത്തെ സബ്ജക്റ്റ് ഒരു ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ 1A 13 ലാംഗ്വേജാണ് ഉള്ളത്. ആ 13 ലാംഗ്വേജിലും കുട്ടികൾക്ക് പരീക്ഷ എഴുതാൻ പറ്റും. അതുകൊണ്ട് കുട്ടികൾ ചെയ്യുന്ന ഒരു മണ്ടത്തരം, മലയാളത്തിൽ പരീക്ഷ എഴുതാമല്ലോ എന്ന് വിചാരിച്ച് കുട്ടികൾ മലയാളം സെലക്ട് ചെയ്യും. പക്ഷേ അങ്ങനെയല്ല ചെയ്യേണ്ടത്. മലയാളം സെലക്ട് ചെയ്യണമെന്നില്ല. നമ്മൾ മീഡിയം ഓഫ് എക്സാമിനേഷൻ ചോദിക്കുമ്പോൾ അവിടെ മലയാളം കൊടുത്താൽ മതി. അപ്പോൾ അങ്ങനെ മലയാളം സെലക്ട് ചെയ്യുമ്പോൾ കുട്ടി ഇംഗ്ലീഷ് ചിലപ്പം എഴുതാതെ വരും. പ്രധാനപ്പെട്ട ഇംഗ്ലീഷ് മസ്റ്റായിട്ട് എഴുതുക. ഇനി മലയാളം കൂടി വേണേൽ എഴുതാം, അതിന് കുഴപ്പമില്ല, എടുക്കുന്നതിന് കുഴപ്പമില്ല. ഇംഗ്ലീഷ് മലയാളം കൂടെ എഴുതാം. ഇപ്പം CUET നമുക്ക് അറിയാം, ഇതിനിപ്പോൾ ഡൽഹി യൂണിവേഴ്സിറ്റിയാണ് മെയിനായിട്ട് ഉദ്ദേശിക്കുന്നതെങ്കിൽ മലയാളത്തിന് 30% ആണെങ്കിലും മതി. അങ്ങനെ നമുക്ക് ചെയ്യാം. മീഡിയം എന്നുള്ളത് ഇപ്പം കേരളത്തിൽ പരീക്ഷ എഴുതുന്ന കുട്ടികൾക്ക് മലയാളത്തിൽ എഴുതാനുള്ള എല്ലാ സാധ്യതയും ഉണ്ട്. മീഡിയം സെലക്ട് ചെയ്യുമ്പോഴാണ് മലയാളം സെലക്ട് ചെയ്യേണ്ടത്. സബ്ജക്റ്റിൽ മലയാളം എന്ന് പറയുന്ന ഒരു ലാംഗ്വേജിന്റെ മാത്രമേ ഉള്ളൂ. അത് പല യൂണിവേഴ്സിറ്റികളിലും പരിഗണിക്കുകയുമില്ല. അതുകൊണ്ട് ക്വസ്റ്റ്യൻ പേപ്പർ മീഡിയം എന്ന് ചോദിക്കുന്നിടത്ത് നിങ്ങൾക്ക് കംഫർട്ട് ആണെങ്കിൽ മലയാളം സെലക്ട് ചെയ്തോളൂ. പക്ഷെ എനിക്ക് തോന്നുന്നു ഇംഗ്ലീഷ് തന്നെ നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത് കെമിസ്ട്രിയും മാത്തമാറ്റിക്സും ഒക്കെ ചെയ്യാൻ ഇംഗ്ലീഷ് തന്നെയാണ് നല്ലത് ക്വസ്റ്റ്യൻ പേപ്പർ മീഡിയത്തിൽ. അത് കഴിഞ്ഞിട്ട് ലാംഗ്വേജ് സെലക്ട് ചെയ്ത് പാർട്ട് 1A-യിൽ 13 റീജിയണൽ ലാംഗ്വേജുകളിൽ നമുക്ക് എഴുതാം. അതിൽ ഇംഗ്ലീഷ് എന്താണെങ്കിലും നിങ്ങൾ സെലക്ട് ചെയ്തോളൂ. അത് കൂടാതെ വേണമെങ്കിൽ ആ പരീക്ഷ എഴുതാനായിട്ട് മലയാളമോ മീഡിയം ഓഫ് എക്സാമിനേഷൻ ചോദിക്കുമ്പോൾ അതിനകത്ത് മലയാളം സെലക്ട് ചെയ്താൽ മലയാളത്തിൽ വേണേൽ പരീക്ഷ എഴുതാം. അപ്പോൾ ഇംഗ്ലീഷ് ഒരു പേപ്പറായിട്ടും ബാക്കി പേപ്പേഴ്സൊക്കെ നമുക്ക് മലയാളത്തിൽ ആൻസർ ചെയ്യാം. പ്രത്യേകിച്ച് സയൻസ് സബ്ജക്റ്റുകൾ മലയാളത്തിൽ ആൻസർ ചെയ്യാന്ന് പറയുന്ന അത്ര ഒരു എളുപ്പമുള്ള കാര്യം. ഒരു സയന്റിഫിക് വേർഡും പഠിച്ചിട്ടില്ല. എന്തെങ്കിലും അവിടെ ഒരു ഡൗട്ട് വരികയാണെന്നുള്ള അതിന്റെ ഇംഗ്ലീഷ് വേർഷൻ ഉള്ളതാണ് അവർ അടിസ്ഥാനമാക്കി. ഹ്യൂമാനിറ്റീസ് ഒക്കെ ആണെങ്കിൽ വലിയ കുഴപ്പമില്ല, കുട്ടികൾ അങ്ങനെ പഠിച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാമെന്ന് മാത്രം. അപ്പോൾ നമ്മൾ പറഞ്ഞത് നമ്മൾ ആദ്യത്തെ പാർട്ട് 1A-യിൽ ലാംഗ്വേജ് സെലക്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യത്തിനെ കുറിച്ചാണ് പറഞ്ഞത്. ഇനി നമ്മൾ അടുത്ത പാർട്ട് 1B എന്ന് പറയുന്നൊരു പാർട്ടുണ്ട്. അവിടെ 20
ഭാഷകളുള്ള ഭാഷകളുണ്ട്, നമുക്ക് ഫോറിൻ ലാംഗ്വേജ് ഉൾപ്പെടെ വരുന്നുണ്ട്. ഒരുപക്ഷെ നമുക്കത് ശ്രദ്ധിക്കേണ്ട കാര്യം വരുന്നില്ല. കാരണം നമ്മൾ ഇഫ്ലു പോലെയുള്ള സ്ഥാപനങ്ങളാണ് നമ്മൾ, അല്ലെങ്കിൽ ഡൽഹി യൂണിവേഴ്സിറ്റി, BHU ഒക്കെയാണ് നമ്മൾ ഫോറിൻ ലാംഗ്വേജ് ഉദ്ദേശിക്കുന്നത് എങ്കിൽ അവിടെ നമുക്ക് ഈ പറയുന്ന ഇംഗ്ലീഷും ഒക്കെയാണ് വേണ്ടത്. ഈ പറയുന്ന ഒരു ലാംഗ്വേജും എഴുതേണ്ട കാര്യമില്ല. അത് ഏറ്റവും പ്രധാനപ്പെട്ടാണ്. കാരണം CUET എഴുതുമ്പോൾ നമുക്ക് സാധാരണ പരിചയമില്ലാത്തതാണ്. കാരണം ഫെമിലിയറായി വരുന്നത് കൊണ്ട് സംഭവിക്കുന്ന അടുത്ത ഒരു മിസ്റ്റേക്കാണ് നമ്മൾ പറഞ്ഞത്. 1Bയിൽ നമ്മൾ 20ഓളം ലാംഗ്വേജ് കിടക്കുമ്പോൾ ഇത് നമുക്ക് യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുവാൻ വേണ്ടിയിട്ട് നിങ്ങൾ ആ പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് തയ്യാറെടുക്കേണ്ടതായിട്ടില്ല. കാരണം ഏറ്റവും പ്രധാനപ്പെട്ട യൂണിവേഴ്സിറ്റികളിൽ ഒന്നുകിൽ ഇംഗ്ലീഷിന് മാത്രം അല്ലെങ്കിൽ ജനറൽ ടെസ്റ്റിൻ്റെ മാർക്കാണ് എടുക്കുന്നത് ലാംഗ്വേജിന് വേണ്ടിയിട്ട്. അപ്പം നമുക്ക് വേണ്ട യൂണിവേഴ്സിറ്റിയിൽ ഏത് ടെസ്റ്റാണ് എഴുതേണ്ടതെന്നുള്ളതിന് വളരെ പ്രാധാന്യമുണ്ട്. അതുകൊണ്ട് പാർട്ട് 1Bയിലുള്ള ലാംഗ്വേജിന് വലിയ പ്രാധാന്യമില്ല എന്നുള്ളത്. ഫോറിൻ ലാംഗ്വേജ് ആണ് നമുക്ക് പഠിക്കേണ്ടതെങ്കിൽ പോലും ജനറൽ ടെസ്റ്റിൻ്റെ മാർക്ക് വെച്ചിട്ടാണ് ഫോറിൻ ലാംഗ്വേജ് നമുക്ക് കിട്ടുന്നത്. അത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. അതിനുശേഷം നമുക്ക് ഡൊമൈൻ ലാംഗ്വേജ് 27 ഡൊമൈൻ വരുന്നത്. അവിടെയാണ് അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അവിടെയാണ് നമ്മൾ ഇപ്പോൾ ഈ പറഞ്ഞ ഡൽഹി യൂണിവേഴ്സിറ്റി നമ്മൾ ഫിസിക്സ് നോക്കിയപ്പോൾ ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ് എന്നുള്ള ഒരു കോമ്പിനേഷൻ ഉണ്ട്. അപ്പോൾ അത് നമ്മൾ സെലക്ട് ചെയ്യണം. അതുപോലെ നമ്മൾ ഇനി നമുക്ക് ഹൈദരാബാദോടെ താല്പര്യമാണെങ്കിൽ അവിടെ കെമിസ്ട്രിയാണ് താല്പര്യമെങ്കിൽ ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ്, ബയോളജിയും കൂടെ എഴുതേണ്ടി വരും. അപ്പോൾ നമ്മൾ ആ രീതിയിൽ അത് സെലക്ട് ചെയ്ത് പോകണം. ഡൽഹി യൂണിവേഴ്സിറ്റിയിൽ ഒരു പ്രത്യേകതയുണ്ട്. ഡൽഹി യൂണിവേഴ്സിറ്റി ഈ പാർട്ട് 2വിനെ അത് രണ്ടായിട്ട് തിരിച്ചിട്ടുണ്ട്. അത് B1 എന്നും B2 എന്നും രണ്ടായിട്ട് തിരിച്ചിട്ടുണ്ട്. B1-ൽ നോർമൽ നമ്മുടെ സബ്ജക്റ്റുകൾ, നമ്മുടെ +2വിൽ വരുന്ന സബ്ജക്റ്റുകളൊക്കെയാണ്, കുട്ടികൾ പഠിക്കുന്ന സബ്ജക്റ്റുകളാണ്. അതേസമയം B2വിൽ വരുന്നത് സ്പെസിഫിക് ആയിട്ടുള്ള, നേരത്തെ നമ്മൾ സൂചിപ്പിച്ച സ്പോർട്സുമായിട്ട് ബന്ധപ്പെട്ട് ലീഗൽ ആപ്റ്റിറ്റ്യൂഡും ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡുമായിട്ടും അതൊക്കെയാണ് വരുന്നത്. അപ്പോൾ നമുക്ക് പ്രധാനമായിട്ടും ഈ 18 എണ്ണത്തിനകത്തുള്ള ഒരു സെറ്റായിരിക്കും നമുക്ക് വേണ്ടി വരുന്നത്. അപ്പോൾ 18-ൽ ഏതാണോ നമ്മൾ സെലക്ട് ചെയ്തത്, B1 എന്ന് അവരുടെ ഇതിനകത്തുണ്ടാവും. B1 എന്നും B2 എന്നും. B1-ൽ നിന്ന് ഇത്ര എഴുതിയാൽ മതി, B2-ൽ നിന്ന് ഇത്ര എണ്ണം എഴുതുക എന്നുള്ളത് തന്നെ പറഞ്ഞിട്ടുണ്ട്. B1-ലും B2-വിലും ഏതൊക്കെ ക്വസ്റ്റ്യൻ സബ്ജക്റ്റുകളാണ് എഴുതേണ്ടതെന്ന് ഓരോ കോഴ്സിൻ്റെയും നേരെ, ഓരോ സബ്ജക്റ്റിനും നേരെ കൃത്യമായിട്ട് പറഞ്ഞു സബ്ജക്റ്റ് വേണം നമ്മൾ എഴുതാം. പിന്നെ ഡൽഹിയിൽ ഒരു കാര്യം കൂടെ നമ്മൾ ശ്രദ്ധിക്കണം. ഇപ്പോൾ സയൻസ് പഠിക്കുന്ന ഒരു കുട്ടി സ്ട്രീം ക്രോസ് ചെയ്ത് ഒരു പൊളിറ്റിക്കൽ സയൻസിലേക്കോ അല്ലെങ്കിൽ ഇക്കണോമിക്സിലേക്കാണ് പോകുന്നതെങ്കിലും അവൻ എഴുതേണ്ടത് അവൻ +2വിൽ പഠിച്ച സബ്ജക്റ്റുകളായിരിക്കണം. ശരി 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 ശരി. ഇപ്പോൾ ഇക്കണോമിക്സ് പഠിക്കാം, എക്കണോമിക്സിന് മാത്തമാറ്റിക്സ് കമ്പൽസറിയാണ്. പ്ലസ് എഴുതേണ്ടത് ഫിസിക്സോ കെമിസ്ട്രി ആയിരിക്കണം. അല്ലാതെ ഇക്കണോമിക്സോ പൊളിറ്റിക്സ് അങ്ങനെയുള്ള ആർട്സ് സബ്ജക്റ്റിലേക്ക് പോകാൻ പാടില്ല. +2വിൽ നമുക്ക് ശരിക്കും ഒരു അവയർനെസ് കുട്ടികൾക്ക് ഉണ്ടാവണം. +2വിൽ പഠിച്ചത് മാത്രമേ, ഈ വർഷം അവർക്ക് കൃത്യമായിട്ട് മാൻഡേറ്ററി ആയിട്ട് പറഞ്ഞിട്ടുണ്ട്, +2വിൽ പഠിച്ച വിഷയങ്ങൾ മാത്രമേ എഴുതാവുള്ളൂ. എന്നിട്ട് പിന്നീട് നോർമലൈസ് ചെയ്യാണ് ചെയ്യുന്നത്. നമ്മൾ കിട്ടുന്ന സ്കോർ നോർമലൈസ് ചെയ്യുന്നു. നോർമലൈസ് ചെയ്യുമ്പോൾ ആർട്സ് സബ്ജക്റ്റ് പഠിച്ചവരെക്കാളും അല്പം താഴെയാണ് നമ്മൾ പോകുന്നത്. അങ്ങനെ വരാറ് കാണുന്നുമുണ്ട്. പരീക്ഷയുടെ ഡിഫിക്കൽറ്റി ഓർഡറിൻ്റെ ഒരു വ്യത്യാസമായിരിക്കാം നമുക്ക് വിചാരിക്കാം. അപ്പോൾ അത് ആ കാര്യം ഒന്ന് ശ്രദ്ധിച്ചിരിക്കണം. അപ്പം നമ്മൾ പറഞ്ഞത് ലാംഗ്വേജിൻ്റെ കാര്യങ്ങൾ പറഞ്ഞു, ഇംഗ്ലീഷിൻ്റെ കാര്യം പറഞ്ഞു. അതിനുശേഷം നമ്മൾ 2 ഡൊമൈൻ സബ്ജക്റ്റുകൾ പറഞ്ഞു. ഇനി നമ്മൾ പാർട്ട് 3 ജനറൽ ടെസ്റ്റ്. ഈ ജനറൽ ടെസ്റ്റിൽ എന്തായിരിക്കും അവർ ചോദിക്കുന്ന ചോദ്യങ്ങൾ? ജനറൽ ടെസ്റ്റ് ജനറൽ നോളജ്, കറണ്ട് അഫയേഴ്സും തീർച്ചയായിട്ടും ഉണ്ടാവും. ജനറൽ ആയിട്ടുള്ള ആ ഒരു പാർട്ട് നല്ല പോലെ. പിന്നെ മെൻ്റൽ എബിലിറ്റി ഉണ്ടാവും. അതുപോലെ തന്നെ ലോജിക്കൽ ആപ്റ്റിറ്റ്യൂഡ്, ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ്, റീസണിങ്, ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് സാധാരണ ചോദിക്കുന്നത്. കഴിഞ്ഞ വർഷം ആ രീതിയിലൊക്കെയാണ് ചോദിച്ചിരുന്നത്. ശരി ശരി. ഇത് നമുക്ക് യൂണിവേഴ്സിറ്റികളുടെ ലാംഗ്വേജുകൾ കൂടുതലും അല്ലേ, ആർട്സ് സയൻസ് ആർട്സ് സബ്ജക്റ്റുകൾ അല്ലേ, ഇൻ്റഗ്രേറ്റഡ് PG പ്രോഗ്രാമുകൾ ആർട്സ് സബ്ജക്റ്റാണ് നമ്മൾ എടുക്കാൻ ആഗ്രഹിക്കുന്നത്. ഉദാഹരണം പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റി ഒക്കെ ആണെങ്കിൽ ആർട്സ് സബ്ജക്റ്റുകൾ ഇൻ്റഗ്രേറ്റഡ് ഹിസ്റ്ററി, അതുപോലെ പൊളിറ്റിക്കൽ സയൻസ്, സോഷ്യോളജി ഏതാണെങ്കിലും നമുക്ക് കാണാം ജനറൽ ടെസ്റ്റിന്റെ മാർക്ക് മാത്രം വെച്ചിട്ടാണ് അവിടുത്തെ പ്രവേശനം. മറ്റൊരു സബ്ജക്ട് എഴുതിയില്ലെങ്കിൽ പോലെ ജനറൽ ടെസ്റ്റ് മാത്രമായിട്ട് എഴുതാം. അപ്പോൾ ഇത്തവണത്തെ സീറ്റിയുടെ പ്രത്യേകത നമുക്ക് 10 സബ്ജക്റ്റ് വരെ എഴുതാം. അപ്പോൾ അതിനകത്ത് ഇപ്പം നമുക്ക് 1ഉം 2ഉം ഒക്കെ നമ്മൾ പറഞ്ഞല്ലോ, ഇന്ന ഏരിയയിൽ നിന്ന് എല്ലാ ഏരിയയിൽ നിന്ന് ടച്ച് ചെയ്യണമെന്നൊന്നുമില്ല. നമുക്ക് ഇഷ്ടമുള്ള 10 എണ്ണം വരെ എഴുതാം. അതിനകത്ത് നമ്മൾ ആപ്ലിക്കേഷൻ ഫീയുടെ കാര്യത്തിൽ വ്യത്യാസമുണ്ട്. ആദ്യത്തെ 3 എണ്ണത്തിന് 700, ഞാൻ ജനറൽ കാറ്റഗറി സൂചിപ്പിക്കുന്നത്, ആദ്യത്തെ 3 സബ്ജക്റ്റിന് 750 രൂപയാണ്. പിന്നെ 7 വരെ നമുക്ക് 1500. പിന്നെ 10ലേക്കാണ് പോകുന്നത്. അപ്പോൾ നമുക്കിവിടെ ശ്രദ്ധിക്കാവുന്നൊരു കാര്യം, കുട്ടികൾ കഴിവതും ആ 7ൽ ഒന്ന് സ്റ്റിക്ക് ഓൺ ചെയ്യുന്നത് നല്ലതാണ്. കാരണം നമ്മളിപ്പോൾ ഡൽഹി യൂണിവേഴ്സിറ്റി ആണെങ്കിലും കണ്ടു 3 സബ്ജക്റ്റും ഇംഗ്ലീഷും, അപ്പോൾ 4ആയി. ഹൈദരാബാദും എന്താണെങ്കിലും 4 വരുന്നുണ്ട്. അപ്പോൾ പ്രധാനപ്പെട്ട യൂണിവേഴ്സിറ്റീസ് BHU ആണെങ്കിലും 3, 4 സെൻട്രൽ യൂണിവേഴ്സിറ്റീസ് മിക്കവാറും 3 കൂടുതലും വരുന്നത്.
അപ്പോൾ നമുക്ക് ഒരു 4 5 ഒക്കെ നമുക്ക് ആവശ്യം വരുന്നുണ്ട്. പിന്നെ ജനറൽ ടെസ്റ്റ് കൂടെ വരും. ജനറൽ ടെസ്റ്റ് തന്നെ എഴുതുമ്പോൾ ജനറൽ ടെസ്റ്റ് വേറെ എഴുതണമല്ലോ. ഇപ്പോൾ പോണ്ടിച്ചേരിയിൽ ഒരു ഇൻറ്റഗ്രേറ്റഡ് സീൽ പ്രോഗ്രാമാണ് താല്പര്യമെങ്കിൽ ജനറൽ ടെസ്റ്റ് വേറെ എഴുതണം. ഹൈദരാബാദിൽ നമ്മൾ എം എസ് സി ഇൻറ്റഗ്രേറ്റഡ് മാസ് ആണെങ്കിൽ വേറെ 4 എഴുതണം. അപ്പോൾ നമുക്ക് ചെയ്യാവുന്നൊരു കാര്യം, നമ്മൾ +2 പഠിച്ച, അപ്പോൾ നമുക്ക് ഈ 6 പേപ്പർ സ്റ്റേറ്റ് സിലബസിനെ സംബന്ധിച്ച് 6 പേപ്പറും CBSE സംബന്ധിച്ച് 5 പേപ്പറുമാണ് +2 പഠിക്കുന്നത്. ആ CBSE കുട്ടികളാണെങ്കിൽ ആ 5 പേപ്പർ അങ്ങോട്ട് സെലക്ട് ചെയ്യുക. സ്റ്റേറ്റ് സിലബസിൽ പഠിച്ചവർ അത് 6 സെലക്ട് ചെയ്യുക, പ്ലസ് ജനറൽ, അപ്പോൾ 7 ആയി. CBSE-കാർക്ക് 5+1 6 ആയി. അത് അങ്ങോട്ട് ഉറപ്പിച്ചേക്കാം. കാരണം അതിനകത്ത് അവർ നന്നായിട്ട് പഠിച്ചിട്ടുമുണ്ട്. അത് വെച്ചിട്ട് ഒരുവിധപ്പെട്ട എല്ലാ പ്രോഗ്രാമുകളും നിങ്ങൾക്ക് അപ്ലൈ ചെയ്യുകയും ചെയ്യാം. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്, CUET-യിൽ നമ്മൾ എക്സാം എഴുതുമ്പോൾ എല്ലാവരും ചോദിക്കുന്ന ചോദ്യമാണ് ഏതൊക്കെ എഴുതണം എന്നുള്ളത്. കൂടുതലൊന്നും ആലോചിക്കേണ്ടതില്ല. ഇപ്പോൾ യൂണിവേഴ്സിറ്റിയെക്കുറിച്ച് ആലോചിക്കേണ്ടതില്ല. യൂണിവേഴ്സിറ്റിയെക്കുറിച്ച് നമുക്ക് പഠിക്കാം, എന്നാലും യൂണിവേഴ്സിറ്റിയെക്കുറിച്ച് തലപോയിക്കേണ്ടതില്ല. അവിടുത്തെ ഏത് പ്രോഗ്രാമുകൾ പഠിക്കണം എന്നുള്ള കാര്യത്തിൽ വലുതായിട്ട് തലപോയിക്കേണ്ടതില്ല. +2 നിങ്ങൾ പഠിച്ച സബ്ജക്റ്റുകൾ, സ്റ്റേറ്റ് സിലബസ് ആണെങ്കിൽ 6 സബ്ജക്റ്റ് പ്ലസ് നിങ്ങൾ ജനറൽ ടെസ്റ്റ് എഴുതാനായിട്ട് തയ്യാറാവണം. CBSE ആണെങ്കിൽ 5 സബ്ജക്റ്റ് പഠിക്കുന്നുണ്ട്. ഏതാണെങ്കിലും 5 സബ്ജക്റ്റ് എഴുതുക, പ്ലസ് ജനറൽ ടെസ്റ്റ് എഴുതുക. ജനറൽ ടെസ്റ്റ് ഒഴിവാക്കരുത്. അതുപോലെ ഇംഗ്ലീഷും ഒഴിവാക്കരുത്. നമ്മുടെ ഓൾറെഡി സബ്ജക്റ്റിലുള്ളതാണ്. ഇത് എഴുതുമ്പോൾ തന്നെ നമുക്ക് ഈ 44 സെൻട്രൽ യൂണിവേഴ്സിറ്റികളെ ഓൾമോസ്റ്റ് പ്രോഗ്രാമുകൾക്ക് നമുക്ക് വേണ്ടേ താല്പര്യമുള്ള, അല്ലെങ്കിൽ നമ്മൾ +2 പഠിച്ച സബ്ജക്റ്റുകളിൽ, നമുക്ക് പ്രാവീണ്യമുള്ള സബ്ജക്റ്റുകളിൽ ഈ സെൻട്രൽ യൂണിവേഴ്സിറ്റികളിൽ പ്രവേശനം കിട്ടേണ്ട ഒട്ടുമിക്ക സബ്ജക്റ്റുകൾക്കും നമുക്ക് എലിജിബിലിറ്റി ആയി കഴിഞ്ഞിരിക്കുന്നു. നമ്മൾ ഒത്തിരി തലവെക്കേണ്ട കാര്യം, 4 എഴുതിയാലും 5 എഴുതിയാലും 6 എഴുതിയാലും 7 എഴുതിയാലും ഒരേ ആപ്ലിക്കേഷൻ ഫീ ആണ്. അപ്പോൾ പിന്നെ ഇത് ചെയ്യാം. ഇനി അതിനകത്ത് നമ്മൾ ഒരെണ്ണം എഴുതിയില്ല എന്ന് വിചാരിച്ചാൽ അതിനകത്ത് കുഴപ്പമില്ല. നമ്മൾ താല്പര്യമുള്ള യൂണിവേഴ്സിറ്റിയും അതിനുള്ള അവിടുത്തെ കോഴ്സും വെച്ചുകൊണ്ട് നമ്മൾ കൂടുതൽ നമ്മൾ താല്പര്യമുള്ളത് പഠിക്കുക എന്നുള്ളതേ ഉള്ളൂ. ഇത് അപ്ലൈ ചെയ്യുന്നോടത്തോട് കുഴപ്പമില്ലല്ലോ. അപ്പോൾ ആ രീതിയിലൊന്ന് ചെയ്യുന്നത് നല്ലതായിരിക്കും. പിന്നെ ഇത്തവണ ഒരു പ്രത്യേകത, നമുക്ക് സ്ലോട്ട് നമുക്ക് സെലക്ട് ചെയ്യാൻ അനുവാദമില്ല. മെയ് 21 മുതൽ മെയ് 30 വരെയാണ് എക്സാം. ഓൺലൈൻ എക്സാം ആണ്. ഒരു ദിവസം 3 സ്ലോട്ടുകളാണുള്ളത്. ഇതിൽ ഡേറ്റോ ടൈം സ്ലോട്ടോ നമുക്ക് സെലക്ട് ചെയ്യാനാവില്ല. നമ്മളിപ്പോൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ മെയ് പകുതിയാകുമ്പോൾ നമുക്ക് എക്സാം സെൻറ്ററിനെ കുറിച്ചുള്ള ഇത് കിട്ടും, എക്സാം ഡേറ്റിനെ കുറിച്ചുള്ളത് കിട്ടും. അഡ്മിറ്റ് കാർഡ് കിട്ടിക്കഴിയുമ്പോഴാണ് ഏത് ദിവസമാണ്, അതിൽ ഏത് ടൈം സ്ലോട്ടാണ് നമുക്ക് അറിയാൻ സാധിക്കും. കഴിഞ്ഞ വർഷം ഒരുപാട് ഏറ്റവും അധികം ലാഗ് വന്നത് കാരണം ഈ ഓരോന്നിനും സ്ലോട്ട് ബുക്ക് ചെയ്യുന്നതിൻ്റെ ഭയങ്കരമായിട്ടുള്ള ലാഗ് വന്നതുകൊണ്ട് ഏതാണ്ട് 1.5 മാസത്തോളം എക്സാം നീണ്ടുപോകുന്നൊരവസ്ഥയുണ്ടായി. ഇത്തവണ കൃത്യമായിട്ട് 10 ദിവസം എക്സാം ടൈം ടേബിൾ തന്നിട്ടുണ്ട്, ടൈം സ്ലോട്ടുകൾ തന്നിട്ടുണ്ട്. നമ്മൾ എക്സാമിന് അപ്ലൈ ചെയ്താൽ മാത്രം മതിയാകും. പിന്നെ ഏറ്റവും അധികം കുട്ടികൾക്ക് സംശയമുള്ള മേഖല, സാർ അത് 2-3 പ്രാവശ്യം നമ്മൾ സൂചിപ്പിച്ച് കഴിഞ്ഞതാണ്, യൂണിവേഴ്സിറ്റി നമുക്കിപ്പം നമ്മൾ ഈ ഓൺലൈൻ അപ്ലൈ ചെയ്യുന്ന സമയത്ത് ആ അവസാനത്തെ സെക്ഷൻ എത്തിക്കഴിയുമ്പോൾ യൂണിവേഴ്സിറ്റികൾ സെലക്ട് ചെയ്യാനും സബ്ജക്റ്റുകൾ സെലക്ട് ചെയ്യാനുമുണ്ട്. ഇപ്പോൾ നമ്മൾ CUET-ക്ക് അപ്ലൈ ചെയ്യുന്നതിൽ അതിനകത്ത് യാതൊരു പ്രാധാന്യവുമില്ല. ഇപ്പോൾ നമ്മൾ പരീക്ഷ എഴുതുക, ഇതിന് ശേഷം അല്ലേ സ്കോർ പബ്ലിഷ് ചെയ്തതിന് ശേഷം സബ്ജക്റ്റാണ് പ്രധാനം. യൂണിവേഴ്സിറ്റി നമ്മൾ ഒരെണ്ണം ചേഞ്ച് ചെയ്യാനൊക്കെ വേണമെങ്കിൽ പിന്നീട് അവസരം, ഇതിനകത്ത് നമ്മൾ അപ്ലൈ ചെയ്യാത്ത യൂണിവേഴ്സിറ്റിക്ക് നമുക്ക് പിന്നീട് അപ്ലൈ ചെയ്യാൻ സാധിക്കും. ഇതിനകത്ത് നമ്മൾ അപ്ലൈ ചെയ്തിട്ട് വേണ്ടാന്ന് തോന്നുന്നതിന് ആ യൂണിവേഴ്സിറ്റി നമ്മൾ ആ സമയത്ത് റിസൾട്ട് പബ്ലിഷ് ചെയ്തതിന് ശേഷം ആ യൂണിവേഴ്സിറ്റി നമുക്ക് വേണമെങ്കിൽ തിരഞ്ഞെടുക്കാതെയും ഇരിക്കാം. ഇപ്പോൾ നമ്മൾ സാറ് പറഞ്ഞതുപോലെ +2 പഠിച്ച സബ്ജക്റ്റും ജനറൽ ടെസ്റ്റും എഴുതുക എന്നുള്ളതിന് ഫോക്കസ് ചെയ്യുക. എത്രത്തോളം യൂണിവേഴ്സിറ്റികൾ സെലക്ട് ചെയ്തു എന്നുള്ളതിന് CUET അപ്ലൈ ചെയ്യുമ്പം യാതൊരു പ്രാധാന്യവും ഇല്ലെന്നുള്ളതും മനസ്സിലാക്കുക. ഇനി സബ്ജക്റ്റ് വൈസ് ആണെങ്കിൽ സാർ, ഇപ്പോൾ നമുക്ക് ഫിസിക്സ് കെമിസ്ട്രി കോമൺ ആയിട്ട് പറഞ്ഞു, പ്രധാനപ്പെട്ട യൂണിവേഴ്സിറ്റികളിലെ ഏറ്റവും നല്ല സബ്ജക്റ്റുകൾ പറയുകയാണെങ്കിൽ ഇപ്പം ഇന്ന യൂണിവേഴ്സിറ്റിയിലെ ഫിസിക്സ് അല്ലെങ്കിൽ ഇംഗ്ലീഷ് അങ്ങനെ നമുക്ക് പറഞ്ഞു കൊടുക്കാനായിട്ട് യൂണിവേഴ്സിറ്റികളും കോഴ്സുകൾക്കും അപ്പുറം നമ്മൾ ഡൽഹി യൂണിവേഴ്സിറ്റിയുടെ കോളേജസിൽ നമ്മൾ ചില ഇപ്പോൾ ഇംഗ്ലീഷ്, സൈക്കോളജി, ഇക്കണോമിക്സ്, ഹിസ്റ്ററി അങ്ങനെ ചില സബ്ജക്റ്റുകൾ, ഡൽഹി യൂണിവേഴ്സിറ്റി കോളേജുകളിൽ കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത് ആർട്സ് സബ്ജക്റ്റുകൾക്കാണ്. നമ്മുടെ കുട്ടികൾ അങ്ങനെ കൂടുതലും സെലക്ട് ചെയ്യും. സയൻസ് സ്ട്രീമിൽ പഠിച്ചാൽ സയൻസിൽ നിന്ന് ഒരുപാട് കുട്ടികൾ എക്കണോമിക്സിലേക്ക് പോയി കാണുന്നുണ്ട്. കാരണം മാത്സ് ഒരു കമ്പൽസറി ആണ്. CUET-ൽ അവർക്ക് മാത്സ് നന്നായിട്ട് സ്കോർ ചെയ്യാം. പിന്നെ അവർക്ക് ഈ ഫിസിക്സും കെമിസ്ട്രിയും കൂടെ എഴുതിയാൽ മതി. നോർമലൈസേഷനിൽ വലിയ പ്രോബ്ലം വരുന്നില്ല, ചെറിയൊരു കുറവ് വരുന്നുണ്ട്, എങ്കിലും ആ കുട്ടികൾ ഒത്തിരി കയറുന്നുണ്ട്. അപ്പം അങ്ങനെ ഒരു സാധ്യത ഉണ്ട്. എക്കണോമിക്സ് ആണ് സെലക്ട് ചെയ്യേണ്ടതെങ്കിൽ പരീക്ഷ എഴുതുമ്പം ഇംഗ്ലീഷും ഫിസിക്സ് കെമിസ്ട്രി മാത്തമാറ്റിക്സും ജനറൽ ടെസ്റ്റും മതിയാവും. ആ സമയം മറ്റു പല യൂണിവേഴ്സിറ്റികളിൽ
ഈ പറഞ്ഞ പോലെ നമുക്ക് മാത്സിൻ്റെ ആവശ്യമില്ല എക്കണോമിക്സ് പഠിക്കണമെങ്കിൽ. കാരണം ജനറൽ ടെസ്റ്റ് മാത്രമുള്ള യൂണിവേഴ്സിറ്റികളുണ്ട് എക്കണോമിക്സ് പഠിക്കാൻ. പോണ്ടിച്ചേരിയാണെങ്കിൽ അത് മതിയാവും. അങ്ങനെ മതിയാവും. CUET നമുക്കിപ്പോൾ നീറ്റിൻ്റെയും JEEMൻ്റെയും ഒക്കെ പരീക്ഷ പോലെ തന്നെ ഒബ്ജക്റ്റീവ് ടൈപ്പ് എക്സാം ആണെന്ന് സാറ് പറഞ്ഞു. ഇതിൻ്റെ സിലബസ് എന്ന് പറയുന്നത് +1 +2 NCERT ബേസിലാണോ? എന്താണ് ഇതിൻ്റെയൊക്കെ പരീക്ഷയുടെ സിലബസ് എന്താണ്? പരീക്ഷയുടെ സിലബസ് +2 NCERT ടെക്സ്റ്റ് ബുക്ക്, സെക്കൻഡ് ഇയർ മാത്രം NCERT ഡിലീറ്റഡ് ടോപ്പിക്ക് ഉണ്ട്. അതോടെ ഫോക്കസ് ഏരിയ അല്ല, ഫുൾ നമ്മുടെ NCERT ടെക്സ്റ്റ് കംപ്ലീറ്റ് ഉണ്ട് എന്ന് വിചാരിക്കുക. പിന്നെ നമുക്കതിനകത്ത് നമ്മൾ ഇപ്പം എക്സാം പറഞ്ഞാൽ ഇംഗ്ലീഷിൻ്റെ എക്സാം, ലാംഗ്വേജ് എക്സാം നമുക്ക് 50 ക്വസ്റ്റ്യൻ ഉണ്ടായിരിക്കും. 50 ക്വസ്റ്റ്യന് 40 എണ്ണം ആൻസർ ചെയ്യണം. 40 എണ്ണം ആൻസർ ചെയ്താൽ മതി. ഒരു ക്വസ്റ്റ്യന് 5 മാർക്കായിരിക്കും. 5 മാർക്കുണ്ട്. നെഗറ്റീവ് മാർക്ക് -1. ആ സമയം നമ്മുടെ ഡൊമൈൻ സബ്ജക്റ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ അത് 2 തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഇപ്പോൾ അക്കൗണ്ടൻസി, ഫിസിക്സ് പോലെയുള്ള സബ്ജക്റ്റുകൾ നമുക്കറിയാം കൂടുതൽ ലെങ്തി ആയിരിക്കും, ടൈം എടുക്കും. അങ്ങനെ ടൈം കൺസ്യൂം ചെയ്യുന്നതിന് നമുക്ക് 40 ക്വസ്റ്റ്യൻ ഉണ്ടാവും, അതിനകത്ത് 35 എണ്ണം ആൻസർ ചെയ്യും. ആ സമയം അത്രയും ടൈം എടുക്കാത്ത സബ്ജക്റ്റുകൾ വരുമ്പം അവിടെ നമുക്ക് 50 ക്വസ്റ്റ്യൻ ഉണ്ടാവും, അതിനകത്ത് 45 എണ്ണം ആൻസർ ചെയ്യാം. അത് അവിടെയും ഈ പറഞ്ഞ പോലെ 5 മാർക്ക് കറക്റ്റ് ആൻസറിനും -1 റോങ് ആൻസറിനും വരും. ജനറൽ ടെസ്റ്റ് 60 ക്വസ്റ്റ്യൻ ഉണ്ടാവും, അതിൽ 50 എണ്ണം ആൻസർ ചെയ്യാം. അപ്പോൾ അതിനകത്ത് അവിടെയും 5 -1 അങ്ങനെയാണ്. എന്നിട്ട് ND ആണ് റിസൾട്ട് പ്രഖ്യാപിക്കുന്നത്. ആദ്യം പെർസെൻറ്റേജ് സ്കോർ വരും, പിന്നെ നോർമലൈസ്ഡ് സ്കോർ തരും. അപ്പോൾ ഇവിടെ ഇതിന് കിട്ടിക്കഴിഞ്ഞ് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് താല്പര്യമുള്ള യൂണിവേഴ്സിറ്റികളിലേക്ക് നമ്മൾ ഇൻഡിവിജ്വലായിട്ട് ആ കോഴ്സിലേക്ക് അപ്ലൈ ചെയ്യണം. അതൊരിക്കലും മറന്നുപോലെ യൂണിവേഴ്സിറ്റികളുടെ വെബ്സൈറ്റുകൾ നിരന്തരം നമ്മൾ സെർച്ച് ചെയ്യണം. ആ സമയം തന്നെ ഓപ്പൺ ആവും. റിസൾട്ട് പബ്ലിഷ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ ഓപ്പൺ ആവും. ഓൺലൈൻ ആപ്ലിക്കേഷൻ, കാരണം എല്ലാവരും മിടുക്കരായ കുട്ടികളെയാണ് ആഗ്രഹിക്കുന്നത്. പെട്ടെന്ന് അധികം ഡേറ്റുകളും കാണുക അപ്ലൈ ചെയ്യാൻ. ഒരാഴ്ച സമയം ഉണ്ടായിരുന്നുള്ളൂ, കാരണം ഓൾറെഡി ഡേറ്റ അവർക്ക് NDAയുടെ ബേസിൽ നിന്ന് കിട്ടും. അപ്പോൾ ഏറ്റവും പ്രധാനം ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ CUET എഴുതുന്നു, മെയ് 21 മുതൽ 31 വരെ CUET നടക്കും. ഈ എക്സാമിന് ശേഷം നമുക്ക് താല്പര്യമുള്ള ഓരോ യൂണിവേഴ്സിറ്റിയുടെയും വെബ്സൈറ്റ് നമ്മൾ നിരന്തരം സെർച്ച് ചെയ്യണം. ഓൺലൈൻ ആപ്ലിക്കേഷൻ ചെയ്യുന്നു, ആ ഓൺലൈൻ ആപ്ലിക്കേഷൻ നമ്മൾ ഓരോ യൂണിവേഴ്സിറ്റിയിലും സെപ്പറേറ്റ് ചെയ്യണം. ഏത് സബ്ജക്റ്റുകൾക്കാണെന്നുള്ളത് നമ്മൾ പറയണം. CUET സ്കോർ പബ്ലിഷ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ആ സ്കോർ അപ്ഡേറ്റ് ചെയ്യുന്നു. ചില യൂണിവേഴ്സിറ്റികൾ അതിന് ശേഷമേ വിളിക്കാറുള്ളൂ. അപ്പം നിരന്തരം നമ്മൾ യൂണിവേഴ്സിറ്റികളുടെ സൈറ്റുകൾ നോക്കുക, ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യുക, ഈ സ്കോർ അപ്ഡേറ്റ് ചെയ്യുക, നമുക്ക് വേണ്ട പ്രോഗ്രാമുകളിൽ പ്രവേശനം നേടണം എന്നുള്ളതിൻ്റെ ആ ഒരു പ്രോസസ്സ് റിസൾട്ടിന് പരീക്ഷയ്ക്ക് ശേഷം യൂണിവേഴ്സിറ്റി വെബ്സൈറ്റുകൾ നോക്കുകയും ഓൺലൈൻ അപ്ലൈ സെപ്പറേറ്റ് ചെയ്യുകയും ഫീസ് അടയ്ക്കുകയും ഓൺലൈൻ ആപ്ലിക്കേഷൻ്റെ ഫീസ് ഉണ്ട്, അത് ചെയ്യുക എന്നുള്ളത് മസ്റ്റായിട്ട് ഓർത്തിരിക്കണം. CUETയുടെ വെബ്സൈറ്റ് CUET.samarth.ac.in എന്ന വെബ്സൈറ്റ് വഴിയാണ് CUET പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് ഇപ്പോൾ ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യേണ്ടത്. മാർച്ച് 12 വരെ ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാം. ആ ഓൺലൈൻ അപ്ലൈ ചെയ്യുന്നതിൽ നമ്മളുടെ പേരിലോ അഡ്രസ്സിലോ അങ്ങനെയുള്ള എന്തെങ്കിലും, അല്ലെങ്കിൽ സബ്ജക്റ്റുകൾ മാറ്റി കൊടുക്കണമെങ്കിലോ ഒക്കെ നമുക്ക് 15 മുതൽ 18 വരെ സമയമുണ്ട്. നമ്മളിപ്പോൾ സബ്ജക്റ്റുകൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞാലും ആ സമയത്ത് വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ സബ്ജക്റ്റുകൾ ആഡ് ചെയ്യുകയും പൈസ അടയ്ക്കാനുള്ള സമയമുണ്ടാകും. നമുക്ക് എക്സാം സിറ്റി എവിടെ വെച്ചാണ് പരീക്ഷ എഴുതുന്നുള്ളത് നമുക്ക് 30 അറിയാൻ സാധിക്കുന്നത്. മെയ് 15 നമുക്ക് അഡ്മിറ്റ് കാർഡ് ഡൗൺലോഡ് ചെയ്യുമ്പം ഈ 21 മുതൽ 31 വരെയുള്ള ദിവസങ്ങൾക്കകത്ത് ഏത് ദിവസമാണ്, ഏത് ടൈം സ്ലോട്ടാണ്, 3 ഷിഫ്റ്റ് ഉണ്ട് രാവിലെ മുതലുള്ളിൽ, അതിൽ ഏത് ഷിഫ്റ്റ് ആണെന്നുള്ളത് അറിയാം. ഓൺലൈൻ എൻട്രൻസ് എക്സാമാണ്. അതിനുശേഷം നമുക്ക് നീറ്റിൻ്റെ അതിനുശേഷം ഇതിൻ്റെ പെർസെൻറ്റേജ് സ്കോർ വരികയും അതിനുശേഷം നമുക്ക് ഔദ്യോഗിക റിസൾട്ട് ഡൗൺലോഡ് ചെയ്യുന്ന സമയത്ത് നോർമലൈസ്ഡ് സ്കോർ കിട്ടുകയും ചെയ്യും. നോർമലൈസ്ഡ് സ്കോർ അനുസരിച്ചാണ് യൂണിവേഴ്സിറ്റികൾ നമുക്ക് പ്രവേശനം തരുന്നത് ഓരോ സബ്ജക്റ്റുകളിലുമുള്ളത്. ഓരോ യൂണിവേഴ്സിറ്റിയും അവരവരുടെ മെറിറ്റ് ലിസ്റ്റ് ഉണ്ടാക്കും. ആ മെറിറ്റ് ലിസ്റ്റിൻ്റെ ബേസിലാണ് അവരുടെ അഡ്മിഷൻ പ്രൊസീജിയർ. അപ്പോൾ അവിടുത്തെ എലിജിബിലിറ്റി അനുസരിച്ചും അവിടുത്തെ റിസർവേഷൻ സിസ്റ്റം അനുസരിച്ചും അവിടെ ഏജ് പറഞ്ഞിട്ടുണ്ടാവും. അതുപോലെ തന്നെ മിനിമം +2 ഒരു മിനിമം സ്കോർ ചിലപ്പോൾ 45 ആയിരിക്കും, 50 ആയിരിക്കും. ഓരോ യൂണിവേഴ്സിറ്റിയും 60 വരെ വരാറുണ്ട്. അപ്പോൾ അതെല്ലാം നമ്മൾ ശ്രദ്ധിക്കണം. ഈ ഹോം സ്റ്റേറ്റ് കോട്ട അങ്ങനെയൊന്നുമില്ല. സ്റ്റേറ്റ് കോട്ടയ്ക്കൊന്നും പ്രത്യേകിച്ചില്ല, എല്ലാവർക്കും ഒരേ റാങ്കിങ് ആണ്. അതൊക്കെ വളരെ പ്രധാനപ്പെട്ടതാണ്. നമ്മൾ ഏത് യൂണിവേഴ്സിറ്റി സെലക്ട് ചെയ്ത് കഴിഞ്ഞാലും, ഇപ്പം JEE ആണെങ്കിലും നീറ്റൊക്കെ ആണെങ്കിലും നമുക്കറിയാം 85-15% സ്റ്റേറ്റ് കോട്ട, ഓൾ ഇന്ത്യ കോട്ട എന്നൊക്കെ ഉണ്ട്. ഇവിടെ അങ്ങനെയൊന്നുമില്ല. റാങ്കിങ്ങിന് മാത്രം, മാർക്കിന് മാത്രമേ പ്രാധാന്യം. സർട്ടിഫിക്കറ്റുകൾ അപ്ലോഡ് ചെയ്യുന്ന തഹസീൽദാരുടെ സർട്ടിഫിക്കറ്റ് വേണം. റിസർവേഷൻ പക്ഷേ നമുക്ക് നീറ്റിനും JEE ഒക്കെ പോലുള്ള സെൻട്രൽ പർപ്പസിനുള്ള റിസർവേഷനുകളെല്ലാം CUETയിലും യൂണിവേഴ്സിറ്റികളും എല്ലാം തന്നെ അംഗീകരിച്ചിട്ടുണ്ട്.
തഹസീൽദാരിൽ നിന്നുള്ള നോൺ ക്രിമിലെയർ സർട്ടിഫിക്കറ്റാണ് OBC വിഭാഗങ്ങൾക്ക്, മുസ്ലിം, ഈഴവ, ലാറ്റിൻ കാത്തലിക്സ്, വിശ്വകർമ്മ പോലുള്ള വിഭാഗത്തിന് തഹസീൽദാരിൽ നിന്നുള്ള നോൺ ക്രിമിലെയർ സർട്ടിഫിക്കറ്റ് അക്ഷയ ഓൺലൈൻ ആണെങ്കിലും മതിയാകും. ആ സർട്ടിഫിക്കറ്റാണ് നമുക്ക് വേണ്ടത്. അതുപോലെ EWS റിസർവേഷൻ ഉണ്ട്. തഹസീൽദാരിൽ നിന്നുള്ള EWS റിസർവേഷനാണ് നമുക്ക് വേണ്ടത്. SC ST റിസർവേഷൻ ഉണ്ട്. PWD റിസർവേഷൻ ഉണ്ട്. ഇതിനപ്പുറത്ത് എനിക്ക് സ്പോർട്സ് കോട്ട, അങ്ങനെ ഈ എക്സ് സർവീസ്മെൻ കോട്ട, അങ്ങനെയുള്ള നമ്മുടെ സർട്ടിഫിക്കറ്റിനകത്ത് എന്തെങ്കിലും കറക്ഷൻ ഉണ്ടെങ്കിൽ നമുക്ക് എക്സാം എഴുതാം. പിന്നെ നമ്മൾ ആ യൂണിവേഴ്സിറ്റിയിൽ അവരുടെ ഒരു ഇത് കാണും. ചിലപ്പോൾ നമ്മൾ ഇതിലൊക്കെ ചെറിയ കറക്ഷൻസ് ഒക്കെ അവർ ആവശ്യപ്പെടാറുണ്ട്. അത് ചെയ്ത് കൊടുക്കേണ്ടത്. എനിക്ക് തോന്നുന്നു കുറേ അധികം റിസർവേഷൻസ്, കാരണം ഈ സ്പോർട്സിൻ്റെയും ആർമിയുടെയും ഒക്കെ കോട്ടകൾ ഓരോ യൂണിവേഴ്സിറ്റിക്ക് അനുസരിച്ചുണ്ട്. നമ്മൾ സ്റ്റേറ്റ് കോട്ട ഇല്ലെന്ന് പറഞ്ഞാൽ പോലും മറ്റനധികം റിസർവേഷൻസ് ഓരോ യൂണിവേഴ്സിറ്റികളിലുമുണ്ട്. അതെല്ലാം നമ്മൾ യൂണിവേഴ്സിറ്റിക്ക് അപ്ലൈ ചെയ്യുന്ന സമയത്താണ് സർട്ടിഫിക്കറ്റുകൾ അപ്ലോഡ് ചെയ്യേണ്ടി വരുന്നത്. CUETയെ സംബന്ധിച്ചോളം നമുക്ക് ഫോട്ടോയും സിഗ്നേച്ചറും അപ്ലോഡ് ചെയ്തുകൊണ്ട് നമുക്ക് ഓൺലൈൻ ആപ്ലിക്കേഷൻ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. പിന്നെ ഒരു മൊബൈലിൽ നിന്ന് ഒരു ആപ്ലിക്കേഷനെ തീർച്ചയായിട്ടും മൊബൈൽ നമ്പറും ഇമെയിൽ IDയും ഒരെണ്ണം മാത്രമേ സാധിക്കില്ല. കാരണം ഇതിൻ്റെ OTP വരുന്നത് കൊണ്ടും ഒരു ആപ്ലിക്കേഷൻ മാത്രം, ഒരു മൊബൈലിൽ നിന്ന് രജിസ്റ്റേർഡ് മൊബൈലിൽ ആ നമ്പറിൽ ഒരെണ്ണം മാത്രമേ നമുക്ക് രജിസ്റ്റർ ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. കോമൺ യൂണിവേഴ്സിറ്റി എൻട്രൻസ് എക്സാം 2023 മെയ് 21 മുതൽ നടക്കുമ്പോൾ നിങ്ങൾ പ്രൊഫഷണൽ മേഖലയിൽ ഏത് കോഴ്സുകൾ നേടിയാലും, JEE ആകാം, NEET ആവാം, റിസർച്ച് മേഖലയാവാം, പക്ഷേ അതേ സാധ്യതകൾ തന്നെ നിലനിർത്തിക്കൊണ്ടുള്ളതാണ് ഈ 44 സെൻട്രൽ യൂണിവേഴ്സിറ്റികളിലെയും മറ്റനേകം സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റികളിലെയും ഡീംഡ് യൂണിവേഴ്സിറ്റികളിലും ഒക്കെയുള്ള ഡിഗ്രി പ്രോഗ്രാമിൻ്റെയും 4 ഇയർ അല്ലെങ്കിൽ 5 ഇയർ ഇൻ്റഗ്രേറ്റഡ് പ്രോഗ്രാമുകളുടെയും ഇനി വരാനിരിക്കുന്ന സാധ്യതകൾ എന്നുകൂടി തിരിച്ചറിയണം. ഇതിൽ നിങ്ങൾക്ക് +2 ഏത് സബ്ജക്റ്റുകൾ നിങ്ങൾ പഠിച്ചോ അതിൽ തന്നെ, ഇപ്പോൾ നിങ്ങൾ ബോർഡ് എക്സാം എഴുതിയവരാണെങ്കിലും, നിങ്ങൾ ഒരു വർഷം ഏതെങ്കിലും ഒരു പ്രോഗ്രാമിന് വേണ്ടിയിട്ട് മെഡിക്കലോ എഞ്ചിനീയറിങ്ങിനോ ഒക്കെ ആണെങ്കിലും റിപ്പീറ്റ് ചെയ്തവരൊക്കെ ആണെങ്കിലും, ഇതിൽ നിങ്ങൾക്ക് ഏറ്റവും നന്നായിട്ട് ശോഭിക്കാൻ പറ്റുന്നൊരു മേഖലയാണ് ഈ 2 ലക്ഷത്തിലധികമുള്ള ഡിഗ്രി കോഴ്സുകൾ. അതിൽ യൂണിവേഴ്സിറ്റി സെലക്ട് ചെയ്യുമ്പോഴും കോഴ്സ് സെലക്ട് ചെയ്യുമ്പോഴുമുള്ള ശ്രദ്ധ അല്ലേ, അതിനകത്ത് തീർച്ചയായിട്ടും അത് നിങ്ങൾ കറക്റ്റായിട്ട് ചെയ്യുകയാണെങ്കിൽ ഇനി വരാനുള്ളൊരു സാധ്യത, അതിൽ ഏറ്റവും അധികം നിങ്ങൾക്ക് വിജയിക്കാൻ സാധിക്കുമെന്നുള്ളതാണ് CUET 2023 നിങ്ങൾക്ക് എത്തിപ്പിടിക്കാൻ സാധിക്കുന്നത്. ജോബി സാറിന് ഒത്തിരിയധികം നന്ദി പറഞ്ഞുകൊണ്ട്, കാരണം നമ്മളുടെ ഏത് മേഖലയാണെങ്കിലും കോഴ്സുകളെക്കുറിച്ചും കോളേജുകളെക്കുറിച്ചും സാറിൻ്റെ അനുഭവങ്ങൾ സാറിൻ്റെ ഇപ്പോഴും സാർ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. അത് നമുക്ക് വേണ്ടിയിട്ട് ഷെയർ ചെയ്യാനായിട്ട് സാറിൻ്റെ തിരക്കിനിടയിലും നമ്മളുമായിട്ട് സഹകരിക്കുന്നു. CUETയുടെ സ്കോർ വന്നതിന് ശേഷവും തീർച്ചയായിട്ടും നമുക്ക് യൂണിവേഴ്സിറ്റി ആപ്ലിക്കേഷനെക്കുറിച്ചും യൂണിവേഴ്സിറ്റികൾ സെലക്ട് ചെയ്യേണ്ടതിനെക്കുറിച്ചും തീർച്ചയായിട്ടും നമുക്ക് അവർക്ക് നിങ്ങൾക്ക് വേണ്ട ഗൈഡ് ലൈൻസുകൾ ഞങ്ങൾ നൽകിക്കൊള്ളാം. ഇപ്പോൾ ഈ വിലയേറിയ ഉപദേശങ്ങൾ നൽകിയ സാറിന് ബ്രില്യൻറ്റിൻ്റെ പേരിലും നിങ്ങളുടെ ഓരോരുത്തരുടെ പേരിലും നന്ദി പറയുന്നു. വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.